ലോഹിയെക്കുറിച്ച് ഇന്ന് ലോഹി ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇനിയും സിനിമകൾ ചെയ്തു പോയ. ജോൺസൺ ഉണ്ടായിരുന്നെങ്കിൽ, മുരളി ഉണ്ടായിരുന്നെങ്കിൽ നല്ല വേഷങ്ങൾ ചെയ്തു. പക്ഷേ ഇതൊക്കെ വിധി നിമിത്തമാണ്. അതൊക്കെ ഞാൻ അനുഭവിക്കാൻ ബാധ്യസ്ഥനായതുകൊണ്ട് ഞാൻ അനുഭവിക്കുന്നു. ഈ വന്ന് കാളവണ്ടിയുടെ ചക്രത്തിൽ വന്ന് ഇടിച്ചിങ്ങനെ നിന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചൂ ചെയ്യണ ഒരു ഇതാണ്. അതൊരു വല്ലാത്ത എഫക്റ്റ് ആയിപ്പോയി സിനിമ. പിന്നീടാണ് പറഞ്ഞത് സൈക്കിക്കായി പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മാനറിസംസ് ഉണ്ടാവുന്നുള്ളൂ. ഇത് ലാലിന് എവിടെ നിന്ന് കിട്ടിയെന്നുള്ളത് എനിക്കറിയില്ല. ലാൽ ഓരോരുത്തൊന്നും പഠിച്ചിട്ട് വന്നിട്ടല്ല ചെയ്യണേ, അവൻ അങ്ങ് ആവുകയാണ്. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഈ ഇൻ്റർവ്യൂവിന് ഈ ക്യാമറയുടെ മുമ്പിലും ഈ പ്രേക്ഷകരുടെ മുമ്പിൽ ഇരിക്കാൻ എന്നെ പ്രാപ്തനാക്കിയത് മോഹൻലാൽ. ആ ഒരു വാക്കാണ് ഇന്ന് കിരീട ഉണ്ണിയായിട്ട് ഞാൻ അറിയപ്പെടുന്നത്. പ്രിയനെ സംബന്ധിച്ചിടത്തോളം അവനൊരു കഥ ഉണ്ടാക്കാൻ ഭയങ്കര കഴിവാണ്. അന്ന് സിഗരറ്റിന്റെ കവറിലേക്ക് സീൻ എഴുതി കളയും. ഓർമ്മയുണ്ടോ അങ്ങനെ? പൂച്ചക്കൊരു മൂക്കത്തേക്കൊക്കെ എന്തെങ്കിലുമൊക്കെ നോട്ട് ചെയ്ത് കൈ തരും. സിഗരറ്റിന്റെ കവറിലായിരിക്കും നോട്ട് ചെയ്ത് തരും. അവിടെ ഒരു സർക്കസ് നടക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, ലോകേഷ് വാ, സമയമായി, നമുക്ക് നിങ്ങൾ പോയി തൊഴുതിട്ടോ, ഞാനിതൊന്ന് കണ്ടോ. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഇത് പുള്ളി അവിടെ ഒരു കടത്തെണ്ണയിൽ ഇരിപ്പുണ്ട്. പുള്ളിയുടെ മനസ്സിൽ കഥയുണ്ടാവുകയാണ്. ആ കഥയാണ് ചോക്കം. ഞാനും ലോഹിയും പറഞ്ഞു, നമുക്ക് ഈ കുട്ടിയെ നമ്മുടെ ഒരു ആ ലവ് സ്റ്റോറിയിലാക്കാൻ. അന്നത്തെ ലവ് സ്റ്റോറി ഏതായിരുന്നു എന്നറിയാം? നിവേദ്യമായിരുന്നു. നിവേദ്യത്തിന് വേണ്ടിയാണ് മഞ്ജുവാര്യയുടെ ഫോട്ടോ വെച്ചിട്ട് നമ്മൾ പറഞ്ഞു വെച്ചതെങ്കിലും സല്ലാപത്തിന്റെ കഥ വന്നപ്പോൾ മഞ്ജുവിനെ അതിൽ കൊണ്ടുവന്നു. നമ്മളിത് തുടങ്ങുന്നതിന് മുമ്പ് സംസാരിച്ച് തുടങ്ങിയതത്ത് തന്നെ തുടങ്ങാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന ഒരു ആർട്ട്, അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ നിർമ്മിച്ച ഒരു വസ്തുവിൻ്റെയോ അല്ലെങ്കിൽ ആ കാര്യത്തിൽ അറിയപ്പെടുക എന്ന് പറയുന്നത് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ കാര്യമാണത്. അങ്ങനെ തന്നെ ഒരു പേരിൽ അറിയപ്പെടുന്ന ഒരാൾ കൂടിയാണ് സാറ്. സാറിൻ്റെ യഥാർത്ഥ പേര് ചിലപ്പോൾ എത്ര പേരോട് ചോദിച്ചാൽ പെട്ടെന്ന് ഓർമ്മ കിട്ടണമെന്നില്ല. പക്ഷെ കിരീട ഉണ്ണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാത്ത മലയാളി പ്രേക്ഷകർ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അത് സാറ് മലയാള സിനിമയ്ക്ക് തന്ന എന്താ പറയുക, ആ ഭാഗ്യത്തിൻ്റെ, സാറിന് മലയാളികൾ തിരിച്ചു തരുന്ന സ്നേഹത്വമാണ് ആ പേര് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓഫ് കോഴ്സ്. പക്ഷെ അത് ഞാൻ മാത്രമായാൽ കിരീടമാവൂല. ഞാൻ മാത്രമായിട്ടല്ല, അത് ആ ഒരു പേര് എനിക്ക് കിട്ടാൻ ഇതിന് സർവേശ്വരൻ എന്നെ അനുഗ്രഹിച്ചു. അതിനോടൊപ്പം ഉണ്ടായിരുന്ന ഒരുപാട് പേരുണ്ട്. അവരോടുള്ള നന്ദി കൂടെ ഞാൻ രേഖപ്പെടുത്തുന്നു. അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. കാരണം കിരീടം ഇപ്പം ചർച്ചയായി, വീണ്ടും ഇപ്പൊ ഒരു ഷോയൊക്കെ നടന്നു. അതെ അതെ, ഓർമ്മകളിൽ ഇങ്ങനെ വീണ്ടും കിരീടം 37 വർഷത്തിന് ശേഷം വീണ്ടും റിലീസ് ചെയ്യാണ്. ലാലേട്ടൻ വളരെ വികാരമായിട്ട് സംസാരിച്ചൊരു വേദി കൂടി ഉണ്ടായിരുന്നു. പല കണ്ടന്റും കാര്യങ്ങളും ഒക്കെ അതേ ഓർമ്മയിലൂടെ ഇങ്ങനെ മിന്നിമാഞ്ഞു പോയി കിരീടം എന്ന് പറയുന്ന സിനിമ. എല്ലാവരും സാറിനെ കാണുമ്പോൾ ചോദിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് കിരീട പറ്റിയൊക്കെ തന്നെയാണ്. നമുക്ക് അതിലേക്ക് വരുന്നതിന് മുമ്പ് സാറിന്റെ സിനിമ, അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്നത്, പണ്ടൊരു സംവിധായകൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സിനിമയിൽ വന്ന് ഒരു തവണ ചോറുണ്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ ചോറ് തേടി പോയില്ല എന്നുള്ളത്. ശരിയാണ്. സിനിമയിലേക്ക് എങ്ങനെയായിരുന്നു? അതായത് സിനിമ എന്നുള്ള ഒരു മാധ്യമം വല്ലാതെ എന്നെ ഭ്രമിപ്പിച്ചിട്ടുള്ളൊരു സംഭവമാണ് കൊച്ചുനാളി മുതൽ. അത് എങ്ങനെയാണ് ഈ സ്ക്രീൻ ഇതിങ്ങനെ വരുന്നു, ആൾക്കാർ അതുവഴി നടന്നു പോകണം, ഇങ്ങനെ എന്താണെന്ന് നമുക്ക് അന്നൊന്നും അറിയില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളായിരുന്നു. ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഉണ്ണിയാർച്ച എന്നുള്ള സിനിമ. എൻ്റെ ജീവിതത്തിൽ ആദ്യം കാണുന്ന സിനിമ ഉണ്ണിയാർച്ച. അന്നൊക്കെ അതിന് ശേഷം പല സിനിമകൾ കാണുമ്പോഴൊക്കെ എനിക്ക് ഇതിനോടൊരു വല്ലാത്തൊരു ഭ്രമം തോന്നിയിരുന്നു. എന്താണ് അപ്പോൾ അങ്ങനെ സ്കൂൾ ജീവിതം കഴിഞ്ഞ് കോളേജ് ലൈഫിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വീട്ടിൽ പറയാതെ പോയി സിനിമ കാണാൻ ഒക്കെ ഇതായി. അതിനുള്ള സാമ്പത്തികം ഒന്നുമില്ല. സാമ്പത്തികം ഇല്ലാതെ വരുമ്പോഴത്തേക്ക് പിന്നെ അച്ഛൻ പറഞ്ഞു അടുത്ത വീട്ടിൽ പോയിട്ട് അച്ഛൻ പറഞ്ഞു 1-ാം തീയതി മുതൽ 2-ാം തീയതി വരെ 5-ാം തീയതി വരെയുള്ള പേപ്പർ ഒന്ന് തരാൻ പറഞ്ഞെന്ന് പറഞ്ഞു. അവിടെ പോയി വാങ്ങിക്കും. അങ്ങനെ 1-2 വീട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഞങ്ങളുടെ മോഡൽ സ്കൂളിൻ്റെ താഴെ ഒരു ആക്രിക്കടയുണ്ട്. അവിടെ കൊണ്ടുപോയി തൂക്കി വിറ്റിട്ട് ആ കിട്ടുന്ന കാശും കൊണ്ട് സിനിമ കാണുന്ന നസീർ സാറിൻ്റെ വലിയൊരു ഫാനായിരുന്നു ഞാൻ. അങ്ങനെ ആ ഒരു ഇതിൽ സിനിമയിലേക്ക് വരണം, എത്തിപ്പെടണം എന്നുള്ള ഒരു വല്ലാത്തൊരു ഇതുണ്ടായിരുന്നു. ആ സമയമാണ് തിരനോട്ടം എന്നുള്ള ഒരു സിനിമ. പാച്ചല്ലൂർ ശശി, അദ്ദേഹം ഇന്നിപ്പം ഇല്ല ഞങ്ങളുടെ കൂടെ. അദ്ദേഹം ഒരു സിനിമ കോൺട്രാക്ടറായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു സിനിമ നിർമ്മിക്കാനായിട്ട് തീരുമാനിച്ചു. അശോകാണ് എൻ്റെ ഗുരു സ്ഥാനികൻ. അപ്പം അശോക് ഡയറക്റ്റ് ചെയ്യുന്നു, മോഹൻലാൽ ആദ്യമായിട്ട് അഭിനയിക്കുന്നു. അപ്പം അതിന് മുമ്പുണ്ടായിരുന്ന വെച്ചാൽ രാജീവ് നാഥ്, അശോക് കുമാറിൻ്റെ ചേട്ടൻ രാജീവ് നാഥ് അറിയപ്പെടുന്ന ഒരു ഡയറക്ടറായിരുന്നു. അദ്ദേഹം സ്റ്റേറ്റ് അവാർഡൊക്കെ വാങ്ങിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സെറ്റിലോട്ടൊന്നും നമുക്ക് വലിയ എൻട്രി ഇല്ല, ആക്സസ് ഇല്ല.
ഈവൻ അശോകന് പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് അശോകൻ ഒരു സിനിമ എടുക്കാമെന്ന് തീരുമാനിക്കുക, നമ്മളെല്ലാവരും കൂടെ എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ആ സിനിമ ഉണ്ടാകുന്നു. ആ സിനിമ ഉണ്ടായി. അതിൽ ഞാൻ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. എസ് കുമാർ ആദ്യമായിട്ട് ക്യാമറ വർക്ക് ചെയ്യുന്ന പടമാണത്. മോഹൻലാൽ ആദ്യമായിട്ട് അഭിനയിക്കുന്ന പടം. അശോക് കുമാർ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന പടം. സുരേഷ് കുമാർ അതിൽ ആദ്യമായിട്ട് സഹകരിക്കുന്ന പടം. ആ ഒരു പടം നമ്മൾ വിചാരിച്ച പോലെ റിലീസ് ചെയ്യാൻ സാധിച്ചില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു. അപ്പോൾ അത് റിലീസ് ചെയ്യാൻ സാധിച്ചില്ല. അതെല്ലാം കഴിഞ്ഞ് സിനിമയുടെ ഒരു ലൈഫ് അത് അത്രേ ഉള്ളൂ, അതങ്ങ് പോയി. ഒരു കൗതുകത്തിന്റെ കുറച്ച് ചോദിച്ചോട്ടെ, ആ സിനിമയുടെ കഥ എന്തായിരുന്നു? ശരിക്കും അത് എന്തായിരുന്നു ആ കഥ? ആ കഥ ഒരു പെൺകുട്ടിയുടെ എക്സിബിഷൻസും എന്ന് പറയില്ലേ, ഒരു ചെറിയ അങ്ങനെയൊക്കെയുള്ള സെക്ഷൽ ഒരു ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു സിനിമയായിരുന്നു. ഓക്കെ. ലാലേട്ടൻ എന്തായിരുന്നു ക്യാരക്ടർ അതിനകത്ത്? ലാൽ അതിൻ്റെ അകത്തൊരു വേലക്കാരനായിട്ടായിരുന്നു. ആദ്യ പടം. അത് അതിൻ്റെ അകത്ത് നമ്മുടെ വില്യം ഡി ക്രൂസ് സാറ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. അത് ഞങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു. തിയേറ്ററിൽ ഇറങ്ങും, ഹിറ്റാവും, അങ്ങനെ ഞങ്ങളൊക്കെ അത് ആ സമയം ആയപ്പോഴത്തേക്ക്, എൻ്റെ റിലീസ് സമയം ആയപ്പോഴത്തേക്ക് പറ്റിയെന്ന് വെച്ചാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളുടെ കാലഘട്ടം കഴിച്ചു. പിന്നെ അത് ചേഞ്ച് വന്നു. അപ്പോഴത്തേക്ക് കളർ സിനിമകൾ വന്നു തുടങ്ങി. ഇത് കാണാനായിട്ട് പിന്നെ ആൾക്കാർ വരും എന്നുള്ള മാത്രമല്ല, പലരുടെയും മുമ്പിൽ, ഇപ്പോൾ എക്സിബിറ്റേഴ്സിൻ്റെ മുമ്പിൽ, തിയേറ്റേഴ്സിൻ്റെ മുമ്പിലൊക്കെ ആണെങ്കിൽ, തിയേറ്റേഴ്സിൻ്റെ മുമ്പിൽ അവർ വിചാരിക്കുന്നത് എന്തിനാ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ആണെങ്കിൽ കളിക്കില്ല, അതിൻ്റെ ആവശ്യമില്ല, കളക്ഷൻ വരില്ല. പിന്നെ മാത്രമല്ല എല്ലാം പുതിയ പിള്ളേർ റിസ്ക് എടുക്കാൻ ഒരു അവരെ സംബന്ധിച്ചിടത്തോളം കുട്ടികളിയായിട്ട് എടുത്തൊരു സിനിമയായിട്ടാണ് അവർ കാണുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് നമുക്ക് വേണ്ട രീതിയിൽ അത് തിയേറ്ററിലേക്ക് ശ്രദ്ധിക്കപ്പെടുത്താൻ പറ്റാതെ പോയി, അങ്ങനെ റിലീസ് ചെയ്യാൻ പറ്റാതെ പോയത്. ഈ നമ്മൾ സാധാരണ സിനിമയ്ക്കുള്ളിൽ മാധ്യമങ്ങളിൽ പറയുന്ന ഒരു സാധനം, തിരുവനന്തപുരം ബെൽറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം, അത് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പാണ്, അതിനെയാണ് നമ്മൾ അങ്ങനെ വിളിക്കുന്നത്. ശരിക്കും ആ ഒരു ഗ്യാങ് അങ്ങനെ ആരൊക്കെ ഉണ്ടായിരുന്നു ശരിക്കും ആ ഒരു ഗ്രൂപ്പിൽ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ഒരു നേതാവെന്ന് പറയാൻ പറ്റുന്നത് സുരേഷ് കുമാർ തന്നെയാണ്. പ്രൊഡ്യൂസർ സുരേഷ് കുമാർ. അവൻ എല്ലാത്തിനും എവിടെയുണ്ട്, ലീഡ് ചെയ്യും. മാത്രമല്ല വളരെ പോസിറ്റീവ് എനർജിയാണ് അദ്ദേഹത്തിന്. അദ്ദേഹമാണ് എല്ലാവരെയും ഇതിലേക്ക് സംഘടിപ്പിക്കുന്നത്. അങ്ങനെ സുരേഷ്, അശോക് കുമാർ, ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ ഗുരുസ്ഥാനീയനായ അശോക് കുമാർ, ലാല്, പ്രിയദർശൻ, എസ് കുമാർ, എൻ്റെ ബ്രദറുള്ള ശ്രീകാന്ത്, അങ്ങനെയുള്ള കുറേ ആൾക്കാരുടെ കൂട്ടായ്മയായിരുന്നു. സനല്. അപ്പം അങ്ങനെയുള്ളവരുടെ കൂട്ടായ്മയായിരുന്നു. എന്തിനും ഏതിനും ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ടങ്ങ് ഇറങ്ങും. അപ്പം അത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞങ്ങൾ അങ്ങനെ ഒരു തിരുവനന്തപുരം ബെൽറ്റ് എന്ന്, പിന്നെ സിനിമയൊക്കെ ഈ പൂച്ചക്കൊരു മൂക്കുത്തി അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിള്ളേർ കളിയായിട്ടാണ് എല്ലാവരും കാണുന്നത്. അന്ന് ഞങ്ങളുടെയൊക്കെ പ്രായം അതേ ഉള്ളൂ. അപ്പോൾ പിള്ളേർ കളിയായിട്ടാണ് എല്ലാവരും കണ്ടത്. പക്ഷേ പൂച്ചക്കൊരു മൂക്കുത്തിയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആകുമ്പോഴത്തേക്ക് ഞങ്ങളിൽ എന്തോ ഉണ്ട്, ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നാൽ ഇനിയും സിനിമകൾ ഉണ്ടാവും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായി എല്ലാവർക്കും. അതിലേക്കാണോ പിന്നെയാണ് ജഗദീഷ് ചേട്ടന്, മണിയമ്പിള്ള രാജു അവരൊക്കെ വന്ന് അത് പിന്നീട് വന്നതാണ്. ജഗദീഷ് പിന്നീട് വന്നു. പിന്നെ മണിയമ്പിള്ള രാജു എന്നല്ല, അവൻ്റെ ശരിക്കുള്ള പേര് സുധീർ. അപ്പം സുധീറൊക്കെ നേരത്തെ വേറെ ചിത്രങ്ങളിൽ അഭിനയിക്കുന്നുണ്ട്. ചെന്നൈ പോയിട്ട് അഭിനയിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് മൈ ഡിയർ കുട്ടിച്ചാത്തൻ മുതലാണോ എന്നാണ് തോന്നുന്നത് ജഗദീഷ് സിനിമയിലേക്ക് സജീവമായിട്ട് വന്നു തുടങ്ങി. അധ്യാപകനായിരുന്നു. അവൻ നന്നായിട്ട് വിദ്യാഭ്യാസം കഴിഞ്ഞൊരു കക്ഷിയാണ്. എല്ലാത്തിലും നല്ല റാങ്കോട് കൂടി പാസ്സായ ആളാണ്. ഞങ്ങളെപ്പോലെ ഒന്നുമല്ല, നല്ല പഠിക്കാൻ നല്ല മിടുക്കനായിരുന്നു. നിങ്ങൾ മറ്റേ സിനിമ എന്നുള്ള ഞങ്ങളൊരു സിനിമയുടെ ഒരു പ്രാന്തിൽ ഞങ്ങൾ കിടക്കുന്നു. അവന് അല്ലാതെ കോളേജ് അധ്യാപകൻ എല്ലാം നല്ല രീതിയിൽ. ആ കൂട്ടത്തിൽ ഏറ്റവും ക്രൈസ് ആർക്കായിരുന്നു? സിനിമ എന്ന് പറയുന്നത് സിനിമ അല്ലാതെ മറ്റൊന്നും ഇല്ല എന്നുള്ളൊരു ചിന്തയുള്ളതാരായിരുന്നു? അത് സുരേഷിനും പ്രിയനും ഒക്കെ തന്നെയായിരുന്നു. അതിന് എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഈ പൂച്ചക്കൽ മൂക്കുത്തിയെല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ആർക്കിടെക്ട് മഹേഷിൻ്റെ അവിടെ ഞാൻ ബിസിനസ് മാനേജറായിട്ട് ജോലിക്ക് കയറി. അപ്പം അന്ന് മുതൽ ഞാൻ ഈ സിനിമയായിട്ടുള്ള കോൺടാക്ട്സ് പതുക്കെ അങ്ങ് വിട്ടു. ഒരു ഗ്യാപ്പ് വന്നു എനിക്ക്. അപ്പം അവിടുത്തെ ജോലിയും സിനിമ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, രാവിലെ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് രാത്രി ഏതെങ്കിലും ഒരു സമയമായിരിക്കും നമ്മൾ ഷൂട്ടിങ് കഴിഞ്ഞാൽ. ഇപ്പം അത് പറ്റില്ല. അപ്പം എനിക്ക് ഈ ജോലിയോട് നീതി പുലർത്താൻ പറ്റില്ല. അപ്പം അങ്ങനെ ഞാൻ സിനിമയായിട്ട് ടോട്ടലി വിട്ടു നിൽക്കുകയായിരുന്നു. അപ്പം അങ്ങനെ സിനിമകൾ ഓർഡർ തമ്മാവ് ആളറിയാം,
അയൽവാസി ഒരു ദരിദ്രവാസി, അതിലൊക്കെ എനിക്ക് പരിപൂർണമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയില്ല. കുറച്ചൊക്കെ പോവും വരും അങ്ങനെയൊക്കെ നിന്നു. അപ്പം ആ ഒരു സമയത്ത് ഞാൻ പാരിയെ കാണാനായിട്ട് പാരി ഉണ്ടായിരുന്നു, മടവമോള്. അങ്ങനെ പാരിയെ കണ്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ വരുമ്പോഴത്തേക്ക് ലാല് കുറേയൊക്കെ ഇതായിരുന്നു, ലാലും ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു പടം ചെയ്യണം എന്നെൻ്റെ അടുത്ത് ലാൽ പറയാൻ ഉണ്ടായത്. ആ ഒരു വാക്ക് എൻ്റെ ജീവിതത്തെ ടോട്ടലി മറിച്ചു എന്ന് പറയാം. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഈ ഇൻ്റർവ്യൂവിന് ഈ ക്യാമറയുടെ മുമ്പിലും ഈ പ്രേക്ഷകരുടെ മുമ്പിൽ ഇരിക്കാൻ എന്നെ പ്രാപ്തനാക്കിയത് മോഹൻലാലാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വാക്കാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓഫീസ് ജോബൊക്കെ ആയിട്ട് അതാണ് ഞാൻ മഹേഷിൻ്റെ അവിടെ ഓഫീസ് ജോലിയിലായിരുന്നല്ലോ. ആ സമയത്ത് കിട്ടിയ ഒരു വാക്ക്, ആ ഒരു വാക്കാണ് ഇന്ന് കിരീട ഉണ്ണിയായിട്ട് ഞാൻ അറിയപ്പെടുന്നത്. പക്ഷേ എനിക്കുള്ള ഏറ്റവും വലിയൊരു ഗുരുത്വവും നിമിത്തവുമായിട്ട് ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു വാക്കിന് ലാലിന് എനിക്ക് തിരിച്ച് അതുപോലെ തന്നെ തിരിച്ച് നൽകാൻ സാധിച്ചു എന്നുള്ളതാണ്. ആദ്യത്തെ നാഷണൽ അവാർഡ് വാങ്ങിക്കാൻ പറ്റി. ഇന്ന് 37 കൊല്ലം കഴിയുമ്പോഴും ആ ചിത്രം ശ്രദ്ധിക്കപ്പെടുന്നു, വീണ്ടും റിലീസ് ചെയ്യാനും. അതാണ് പറയണത്. ഞങ്ങളുടെ ഒരു ഹാർമണി എന്ന് പറയുമല്ലോ, അതാണ് എനിക്ക് ഇങ്ങോട്ട് തന്ന ഒരു ബഹുമാനം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഗിഫ്റ്റ്. അതേപോലെ തന്നെ എനിക്കും തിരിച്ച് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്, എൻ്റെ ചിത്രത്തിലൂടെ അവനത് കിട്ടുക എന്ന് പറയുന്നതിന് അപ്പുറത്ത് എനിക്ക് എന്താ സന്തോഷം? ആദ്യം കൂടുതലൊരു സന്തോഷം എനിക്കില്ലല്ലോ. ഈ നമ്മുടെ പരിപാടിയിൽ തന്നെ ലാലേട്ടൻ പറഞ്ഞൊരു കഥയുണ്ട്. ഈ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിന് ഓഡീഷന് വന്ന സമയത്ത് സിബി മലയിൽ 100-ൽ 2.5 മാർക്ക് കണ്ടിട്ട് എടുത്തു എന്നുള്ളൊരു കാര്യം. അവിടെ നിന്ന് ലാലേട്ടനെ ഇപ്പൊ ഇവിടെ അന്നത്തെ ആ പരിപാടിക്ക് വന്നിന്ന് കാണുമ്പോൾ ചേട്ടന് ശരിക്കും എന്താ തോന്നുന്നത് അദ്ദേഹത്തെ കുറിച്ച്? ശരിക്കും പറഞ്ഞാൽ എനിക്ക് ലാലിനെ അന്നത്തെ പോലെ എനിക്ക് ഇപ്പോഴും കാണാൻ പറ്റും. അതിനപ്പുറത്ത് എനിക്കൊരു ലാല് എത്രത്തോളം ഉയരങ്ങളിൽ പോകണം അത്രത്തോളം ഉയരങ്ങളിൽ പോകണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അത് അങ്ങനെ തന്നെ വേണം എന്ന് 100% ഭഗവാനോട് പ്രാർത്ഥിക്കുന്നവനുമാണ് ഞാൻ. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ ഇതേ ഉന്നതങ്ങളിൽ എത്തുമ്പോൾ ഞങ്ങൾക്കല്ലേ അഭിമാനം? തീർച്ചയായിട്ടും നമ്മുടെ കൂടെ ഒരാള്. അതെ, അത് ഞങ്ങളുടെ അഭിമാനമാണ്, ഞങ്ങളുടെ അഹങ്കാരമാണ്. ഇതേ കാര്യം തന്നെയാ പ്രിയൻ സാറിന്റെ കാര്യം. കാരണം പ്രിയ സാറിനൊപ്പം ആ കാലഘട്ടം മുതൽ ഈ കാലഘട്ടം നോക്കുകയാണെങ്കിൽ എത്രയോ സംവിധായകർ വന്നു പോയി. ചിലപ്പോൾ അന്ന് കത്തി നിന്നവർ ഇപ്പോൾ ഇല്ല, അതിനിടയിൽ കത്തി നിന്നവരില്ല. പക്ഷെ ഇപ്പോഴും ഇപ്പൊ ലാസ്റ്റ് ഹിന്ദിയിൽ പോയി 300 കോടി അടിക്കുക, സ്റ്റേബിളായിട്ട് നിൽക്കുക. അദ്ദേഹത്തിന്റെ ഒരു പെർസ്പെക്റ്റീവിനെ എങ്ങനെയാ ഒരു സുഹൃത്ത് എന്ന് കൂടി നോക്കി കാണുന്നത്? പ്രിയനെ സംബന്ധിച്ചിടത്തോളം അവനൊരു കഥ ഉണ്ടാക്കാൻ ഭയങ്കര കഴിവാണ്. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയൻ്റെ അച്ഛൻ ലൈബ്രറിയനായിരുന്നു. ലൈബ്രറിയൻ ഇൻ ദ സെൻസ് ഗവൺമെൻറ് ആർട്സ് കോളേജിലെ ലൈബ്രറിയനായിരുന്നു. അപ്പം അദ്ദേഹം ഇവന് കൊച്ചുനാളി മുതലേ ബുക്സുകൾ കൊണ്ടു കൊടുക്കുമായിരുന്നു. അപ്പം അന്നേ ഇവന് വായിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. വായന അവനെ ഒരുപാട് ഗുണം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. നല്ല മിക്കവാറുമുള്ള എല്ലാ ക്ലാസിക്സും അവൻ വായിച്ചിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് ഈ ഒരു ക്യാരക്ടറിനെ ഇങ്ങനെ ആക്കിയാൽ എങ്ങനെ വരും എന്നതിനെക്കുറിച്ച് അവൻ ചിന്തിക്കും. അതാണ് ഞാൻ നേരത്തെ ഉള്ളൂർ സ്മാരക ഗ്രന്ഥശാലയിൽ വെച്ച് ഈ ചാർമിനാർ വലിച്ച് ഇരിക്കുമ്പോൾ ഉണ്ടാവുന്ന കഥയുടെ ഇതാണ്. അത് ഈ ക്യാരക്ടറിനെ ഇങ്ങനെ ആക്കിയാൽ എങ്ങനെ ഇരിക്കും? പക്ഷെ അതുപോലെ മെമ്മറിയും ഭയങ്കരമാണ്. ആ ഒരു ഇത് പേപ്പറിലൊന്നും എഴുതി വെക്കണ്ട, അല്ല അവന് ചെയ്യാൻ പറ്റും. ഇപ്പം തന്നെ ഒരു സീൻ എടുക്കാൻ പോകുമ്പം അന്ന് സിഗരറ്റിൻ്റെ കവറിലേക്ക് സീൻ എഴുതി കളയും. സീൻ ഓർമ്മയുണ്ടോ? അങ്ങനെ പൂച്ചക്കൊരു മൂക്കത്തേക്കൊക്കെ എന്തെങ്കിലുമൊക്കെ നോട്ട് ചെയ്ത് കൈ തരും. സിഗരറ്റിൻ്റെ കവറിലായിരിക്കും നോട്ട് ചെയ്ത് തരുന്നത്. അങ്ങനെ അത് വേറൊരു ജീനിയസാണ്. അത് വേറൊരു ജീനിയസാണ്. ലാല് വേറൊരു ജീനിയസ്. അതിനിടയിൽ എനിക്ക് സത്യം പറയാൻ നമുക്ക് ഭയങ്കര സന്തോഷം. കാരണം അങ്ങനെയുള്ളവരുടെ കൂടെ ഒപ്പം നിൽക്കുക, അവരുടെ കൂടെ ചിലവഴിക്കുക, അവരുടെ തുടക്കത്തിൽ നിൽക്കുക. അവിടെ നിന്ന് മാറി സാറ് ഈ പറഞ്ഞ പോലെ അസിസ്റ്റന്റ് ഡയറക്ടറിൽ നിന്നും ഒരു തുടക്കം കിട്ടി. പിന്നീട് മാറി സാർ അറിയപ്പെടുന്നതും ഒരു പ്രൊഡ്യൂസർ എന്ന് പറയുന്ന രീതിയിലേക്കാണ്. അതും ലാലേട്ടൻ്റെ ഒരു ഒറ്റ വാക്കിന്റെ പുറത്ത് എന്നുള്ളൊരു കൃപ പ്രൊഡക്ഷൻസ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ, കൃപ ഫിലിംസ് എന്ന് പറയുന്ന അതിൻ്റെ ഒരു തുടക്കത്തിൽ. ശരിക്കും എന്തുകൊണ്ടാണ് കിരീടം ആദ്യ സിനിമയായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്തത്? അതായത് ലാല് ഇങ്ങനെ പടം ചെയ്യാമെന്ന് പറയുന്നു. അപ്പം ഒരു ദിവസം ഞാനന്ന് പറഞ്ഞിരുന്നല്ലോ, ആർക്കിടെക്ട് മഹേഷിൻ്റെ അവിടെ ഉണ്ടായിരുന്നു. അപ്പം മഹേഷിൻ്റെ അവിടുന്ന് സിസ്റ്റർ കൺസേൺ ആണ് ട്രാൻസ്റ്റാർ വോൾട്ടേജ് സ്റ്റെബിലൈസേഴ്സ്.
ഓട്ടോമാറ്റിക് വോൾട്ടേജ് സ്റ്റെബിലൈസേഴ്സ്. അന്ന് തുടക്ക സമയത്ത്. ആ അപ്പം ഞാൻ അതിലേക്ക് മാറി, അതിൻ്റെ സെയിൽസ് മാനേജറായിട്ട് മാറുന്നു. സെയിൽസ് മാനേജർ അപ്പോഴത്തേക്ക് എൻ്റെ വിവാഹം കഴിഞ്ഞു. സെയിൽസ് മാനേജറായിട്ട് ഞാൻ അതിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഞങ്ങളുടെ സ്റ്റെബിലൈസേഴ്സ് മാർക്കറ്റ് ചെയ്യുന്നത് കെൽട്രോണാണ്. ഞങ്ങൾ പ്രോഡക്റ്റ് ഉണ്ടാക്കും, അതിൽ കെൽട്രോൺ എന്നുള്ള ലേബിൾ ഒട്ടിച്ച് അത് മാർക്കറ്റ് ചെയ്യുന്നത് കെൽട്രോണാണ്. ആ അതിൻ്റെ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ദിനേഷ് പണിക്കരാണ്. അപ്പോൾ സ്ഥിരം ഞാൻ ദിനേഷ് പണിക്കര ഇതിൻ്റെ പേയ്മെൻറ്റ് വാങ്ങിക്കാനും കാര്യങ്ങളുമായിട്ട് പോകും. അപ്പം ദിനേഷ് പണിക്കരെ അമ്പിളിയെ വെച്ചൊരു പടം വേറൊരു സുഹൃത്തുമായിട്ട് ചേർന്ന് ചെയ്യാനായിട്ട് പരിപാടി എടുക്കും. അപ്പം അതിന് ചർച്ചയിൽ വന്നപ്പം ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ലാലിനെ വെച്ചൊരു ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്കൊന്നിച്ച് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പുള്ളി ഇതിലേക്ക് വരുന്നത്. വന്നു. അപ്പം ഇതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ഞാൻ CBI മലയാളിലെ ആദ്യം ഞങ്ങൾ പ്ലാൻ ചെയ്തത് വേണു നാഗവള്ളി വെച്ച് ചെയ്യാം. കിരീടമല്ല, വേറെ വേണു നാഗവള്ളി എന്ന് പറയുന്നത് എൻ്റെ വൈഫിൻ്റെ ചേട്ടനാണ്, വൈഫിൻ്റെ വല്യമ്മയുടെ മകനാണ്. അപ്പം ചേട്ടനെ വെച്ച് ചെയ്യാമെന്നൊക്കെ പ്ലാൻ ചെയ്ത് ഇരിക്കുന്ന സമയത്ത് ചേട്ടൻ ഒരു കഥ പറഞ്ഞു. ആ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ കഥയിലോട്ട് ഒരു വലിയ താല്പര്യം വന്നില്ല. ആ കഥ പിന്നീട് സിനിമയായിട്ട് വന്നു. അശോക് കുമാർ, ഞാൻ പറഞ്ഞ ഈ അശോക് കുമാറും എൻ്റെ ബ്രദറിലെ ശ്രീകാന്തും കൂടെ പ്രൊഡ്യൂസ് ചെയ്ത ആയിരപ്പറ. അപ്പോൾ ആ കഥ കേട്ടപ്പോൾ ഞാൻ അതിന് ഒരു ലൈഫ് എനിക്ക് അത്രയും അങ്ങോട്ട് കറക്റ്റ് ആയില്ല. അങ്ങനെയാണ് CBI മലയാളിനെ വെച്ച് ചെയ്യാൻ ഞാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ CBI അടുത്ത് പറഞ്ഞപ്പോഴത്തേക്ക് CBIക്ക് താല്പര്യമായി. അപ്പോൾ CBIയുടെ തനിയാവർത്തനവും വിചാരണയൊക്കെ ഇറങ്ങിയിട്ട് കേൾക്കുന്ന സമയമാണ്. അപ്പം മാത്രമല്ല CBI ഞാനുമായിട്ടുള്ള പൂച്ചക്കര കുത്തി പോലുള്ള ബന്ധമുണ്ടല്ലോ, അത് വെച്ചിട്ട് ഞങ്ങൾ ലോഹിയെ കണ്ടു. ലോഹി അന്ന് ട്രിവാൻഡ്രം അമൃതയിലുണ്ട്. ഞാൻ ചെല്ലുമ്പം, ഞാൻ CBI കൂടെ കയറി ചെല്ലുമ്പം, ആൾക്കാരുടെ മുറിയിലോട്ട് ചെല്ലുമ്പം ഒരു കൈലിയും എടുത്ത് ജനലിൻ്റെ വെളിയിലേക്ക് നോക്കിയിരിക്കുന്ന ഒരു തടിയനെയാണ് കാണുന്നത്. അപ്പോൾ ചെന്നു ഇരുന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് CBI പറഞ്ഞു, ഇങ്ങനെ എന്നെ പരിചയപ്പെടുത്തി കാര്യങ്ങളൊക്കെ സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് പറഞ്ഞു, നമുക്കിങ്ങനെ ഒരു സബ്ജക്റ്റിൻ്റെ കാര്യം ഇങ്ങനെ ലാലിനെ വെച്ച് ചെയ്യാൻ. അപ്പം CBIയോട് ചോദിച്ചത്, ഞാൻ അന്ന് ഇതിന് മുമ്പ് എങ്ങാണ്ട് ഈ കഥയുടെ ഒരു എലിമെൻ്റ് ലോഹിയുടെ മനസ്സിൽ കിടപ്പുണ്ട്, ചാലക്കുടി നടന്നൊരു സംഭവത്തിന്. അപ്പോൾ അച്ഛനെ അടിക്കുന്ന കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു മകൻ, അച്ഛനെ അടിക്കുന്ന കാണുന്ന ഒരു ഗുണ്ട, അവൻ ചാടി വീഴുന്നു, അവൻ്റെ ജീവിതം അതോടുകൂടി താറുമാറാകുന്നു. ഇത്രയാണ് പറയുന്നത്. അപ്പം എനിക്ക് തോന്നി ഇതിൻ്റെ അകത്തൊരു എലിമെൻ്റ് ഉണ്ട്, കണക്റ്റ്. കാര്യം എൻ്റെ അച്ഛനെ ഒരാളെ അടിക്കുന്ന കണ്ടുകൊണ്ടിരുന്നത് ഞാൻ നോക്കുകയും ഏതൊരു മകനും ഇപ്പം താങ്കളാണ് ആ ഒരു അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ താങ്കൾ റിയാക്ട് ചെയ്തിരിക്കും. തിരിച്ചവളെ അടിക്കാൻ പാടുള്ള ശക്തി ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് അച്ഛനെ പ്രൊട്ടക്ട് ചെയ്യുക. അങ്ങനെയുള്ള ഒരാളുടെ ജീവിതം നശിച്ചു. അതിലൊരു ഒരു നല്ലൊരു അംശം ഉണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ അതിന് കൈ കൊടുക്കുന്നു. അപ്പോൾ അവിടെ വെച്ച് കൈ കൊടുക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഈ കഥയാണ് എന്നുള്ളത് പറയുമ്പോഴത്തേക്ക് പലർക്കും ദിനേഷ് പണിക്കർക്ക് ഉൾപ്പെടെ ആ കഥ എന്ന് വെച്ചാൽ ലാസ്റ്റിൽ വരുമ്പോഴത്തേക്ക് ലാലിനൊരു നെഗറ്റീവാണ്. ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല, ചിലപ്പോൾ അങ്ങനെ ചിന്തിച്ചാൽ തെറ്റും പറയാൻ പറ്റില്ല. ഈ ഡിസ്ട്രിബ്യൂഷൻ സൈഡിൽ നിന്നൊക്കെ ഭയങ്കര പ്രഷർ ഉണ്ടായിരുന്നു. അതെ, അതായത് പലർക്കും ആ സബ്ജക്റ്റ് പറ്റില്ല. അതായത് എൻ്റെ പാർട്ട്ണർക്ക് പറ്റില്ല, എൻ്റെ ഡിസ്ട്രിബ്യൂട്ടർക്ക് സെവൻ ആർട്സ് വിജയകുമാർ. അന്നെന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം ഒരു സിനിമ എടുക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് മോഹൻലാലിൻ്റെ ഒരു ഡേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, ഔട്ട്റേറ്റ് ആണ്. അപ്പോൾ ആരും ഫൈനാൻസ് വലുതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഞാനും ദിനേഷ് പണിക്കറും കൂടെ ചിലവാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ 1.5 ലക്ഷം രൂപയുള്ള 75 വെച്ചൊക്കെ കണ്ട് ചിലവാക്കിയിട്ടുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. ഇപ്പം അതിൻ്റെ കണക്കൊന്നും എനിക്കറിയില്ല. ബാക്കി ഡിസ്ട്രിബ്യൂഷനാണ്, അവരാണ് ഔട്ട്റേറ്റ് ആണ് ഈ പടം വാങ്ങിക്കുന്നത്. ഇത്ര രൂപ എന്ന് പറഞ്ഞ് വാങ്ങിക്കും, അതിൻ്റെ അകത്ത് നമ്മൾ തീർത്തു കൊടുക്കണം, ലാഭമായാലും നഷ്ടമായാലും നമ്മൾ സഹിക്കണം. അപ്പം ദിനേഷ് പണിക്കർക്കൊരു ചെറിയ വിഷമം ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ. ലാലിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, അന്ന് ലാലിൻ്റെ ഒരു പടങ്ങളൊക്കെ സൂപ്പർ ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നെഗറ്റീവാണ്. നെഗറ്റീവായാൽ ആ പടം ഓടില്ല. ഞാൻ പറഞ്ഞില്ല, അതില്ല, കുഴപ്പം വരില്ല. ഇതെന്തായാലും ഇതിൻ്റെ അകത്തൊരു എലിമെൻ്റ് ഉണ്ട്, നല്ലൊരു എലിമെൻ്റ് ഉണ്ട് അത്. അപ്പം പുള്ളിക്ക് അതൊരു ബുദ്ധിമുട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക, തൽക്കാലം ഞാനതായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പം സിബിക്ക് വേറെ സൈഡിൽ നിന്നൊക്കെ പ്രഷർ വന്നു തുടങ്ങി. ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതുണ്ട്,
വിചാരിച്ച പോലെ പടമാവില്ല. സെവൻ ആർട്സ് ആയിരുന്നു ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ അങ്ങനെ ഹോട്ടൽ ഗീതത്തിലൊരു മീറ്റിംഗ്, ക്ലൈമാക്സ് മാറ്റണം. ക്ലൈമാക്സ് മാറ്റണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു കാരണവശാലും ക്ലൈമാക്സ് മാറ്റാൻ പറ്റില്ല. ഞാനും സിബിയും ലോഹിയും ഉറച്ചു വന്നു. അങ്ങനെയാണെങ്കിൽ ആ പ്രോജക്റ്റ് മാറ്റാം, നമുക്ക് ഈ പ്രോജക്റ്റ് ചെയ്യേണ്ടെന്ന് വെച്ചാൽ മതിയല്ലോ, ഇത് ഞാൻ വേറെ ചെയ്തോളാം, വേറൊരു സബ്ജക്റ്റ് ചെയ്യാം. വേറൊരു സബ്ജക്റ്റ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് വേറൊരു പ്രോബ്ലം ഉള്ളതെന്ന് വെച്ചാൽ ലാലിന് ഡേറ്റ് പ്രശ്നമാവും. പുതിയൊരു കഥ ഉണ്ടാക്കി ആ കഥയ്ക്ക് അനുയോജ്യമായിട്ട് ലാലിനെ കൊണ്ടുവരാനായിട്ട് വീണ്ടും സമയമെടുക്കും. അപ്പം വിജയകുമാറിന് വലിയ താല്പര്യമില്ലാത്ത പോലെ അയാളായി. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇതിൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആൾട്ടർനേറ്റീവ് എന്ന് വെച്ചാൽ ഈ സബ്ജക്റ്റ് നമ്മൾ പ്രത്യേകം മാറ്റി വെച്ചുകൊണ്ട് വേറൊരു ഇതിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു സബ്ജക്റ്റ് കണ്ടെത്താനുള്ളൊരു കാലതാമസമാണ്, പിന്നെ അത് എഴുതി വരാനുള്ള. ഇതാകുമ്പോഴത്തേക്ക് ആധിപത്യാന്തം പുള്ളിയുടെ മനസ്സിൽ കിടക്കുന്ന ഒരു കഥയാണ്. ലാലിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ലാലിനെ സംബന്ധിച്ചിടത്തോളം ലാലിന് ആദ്യം ഇവരൊക്കെ പറഞ്ഞതിൻ്റെ ഒരു പ്രഷർ ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല, അത് എനിക്ക് വ്യക്തമല്ല. എങ്കിലും ലാല് ഇതിൽ ഉറച്ചു വന്നു, ചെയ്യാമെന്ന് പറഞ്ഞു. ലാല് എന്ത് വന്നാലും ചെയ്യാമെന്ന് പറഞ്ഞു. ലാല് ചെയ്യാമെന്ന് പറഞ്ഞതോടുകൂടി നമുക്കൊരു കോൺഫിഡൻസ്, പിന്നെ എന്ത് വന്നാലും നമ്മൾ പിന്നോട്ട് പോകാറ്. ഞാനും സെബി ലാവുകയും ഇവിടെ അതിൽ നിന്നും രാമനിലയത്തിലിരുന്ന് കഥ എഴുതി തുടങ്ങി. ഒരാഴ്ച കൊണ്ട് അത് എഴുതി തീർത്തു. ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹം ഒറ്റ ഇരിപ്പിൽ എഴുതി തീർത്തു. കാര്യം പുള്ളിയെ സംബന്ധിച്ചിടത്തോളം പേപ്പറിലാക്കിയാൽ മാത്രം മതി. ഒറ്റ ആഴ്ച രാമനിലയത്തിൽ റൂം നമ്പർ 21 പുള്ളി എഴുതി തീർത്തു. ആ റൂമൊക്കെ ഇപ്പോഴും ഉണ്ടോ? അത് ഇതൊക്കെ മാറിക്കാണും, ആ സെക്ഷനൊക്കെ മാറിയിട്ടുണ്ട്. അങ്ങനെ ഒറ്റയടിക്ക് ആ കഥ എഴുതി തീർന്നു. അപ്പോൾ അതിലുള്ള ഒരു എന്താ വെച്ചാൽ അപ്പോഴത്തേക്ക് നമ്മൾ സോങ് റെക്കോർഡിങ് പ്ലാൻ ചെയ്ത് ഞങ്ങൾ മദ്രാസിലേക്ക് പോവുകയും ചെയ്തു. അവിടെ ഏറ്റവും വലിയ വേദന ഉണ്ടായി എനിക്ക്, ലോഹിയെ കൊണ്ടുപോകാൻ പറ്റിയില്ല. റെക്കോർഡിങ്ങിന് ലോഹിയെ കൊണ്ടുപോകാൻ പറ്റിയില്ല. ലോഹി ഇവിടെ ഇരുന്ന് എഴുതുക. അങ്ങനെ അത് കഴിഞ്ഞു 2 പാട്ടാണ് നമ്മൾ അതിൽ ചെയ്തത്. ഒന്ന് ഒരു പുതിയ സിംഗറാണ്, തമ്പി എന്ന് പറയുന്നത് എൻ്റെ ഒരു സുഹൃത്താണ്. തമ്പി പാടിയ പാട്ട് നമ്മൾ റെക്കോർഡ് ചെയ്തു, പക്ഷേ സിനിമയിൽ ഉപയോഗിച്ചില്ല. ഞാൻ വേറൊരു കാര്യം അതിൻ്റെ ഇടയിൽ പറയാൻ അതുമുതൽ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. സിനിമയിൽ ഞാൻ പടങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും ഒരു ഫീൽഡിലെങ്കിലും ഒരാളെങ്കിലും കൊണ്ടുവരണം പുതിയതായി. കാര്യം ഞാൻ പുതിയതായിട്ട് വന്ന ലാലിൻ്റെ ഒറ്റ വാക്കിലാണ് ഞാൻ സിനിമ നടന്നത്. അപ്പോൾ അത് വേണം എന്നുള്ള ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ തമ്പി അത് പാടി, പക്ഷേ അത് ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ല. കാര്യം പടത്തിൻ്റെ ലെങ്ത് കാര്യങ്ങൾ വന്നപ്പോൾ അത് കട്ട് ചെയ്യേണ്ടി വന്നു. അതേപോലെ പ്രദീപ് ശക്തിയായിരുന്നു നമ്മൾ ഫിക്സ് ചെയ്തിരുന്നത്. അപ്പോൾ പ്രദീപ് ശക്തിക്ക് വരാൻ പറ്റിയില്ല. അങ്ങനെയാണ് കലാടൂർ ഇയാളുടെ കാര്യം പറയണം. അമ്മു ഹോട്ടലിൽ പോയി ഇയാളെ കാണുന്നു. ഞങ്ങൾ നേരെ ഇയാളെയും വിളിച്ചുകൊണ്ട് ലോഹി എടുത്തു കൊണ്ട് ലോഹി പറഞ്ഞു ഇത് മതി, ഇത് തീരുമാനിച്ചു. ലോഹി സിവിയും തീരുമാനിക്കുന്നു. അങ്ങനെ അത് ചെയ്തു. അപ്പോൾ അതിനു മുമ്പ് വേറൊരു വലിയ ഇഷ്യൂ ഉണ്ടായതെന്ന് വെച്ചാൽ ഞങ്ങൾ പാലക്കാടാണ് ലൊക്കേഷൻ ഫിക്സ് ചെയ്തത്. അപ്പോൾ അന്ന് എൻ്റെ കൂടെ പഠിച്ച ജിജി തോമസനാണ് അവിടുത്തെ കളക്ടർ. അപ്പോൾ ജിജിയെ പോയി കണ്ടപ്പോൾ ജിജി പറഞ്ഞു എന്ത് വേണമെങ്കിലും സഹായം ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ ഏത് ഇത് വേണമെങ്കിലും അപ്പം നിങ്ങൾ പറഞ്ഞാൽ മതി, അവിടെ പെർമിഷൻ തരാം. അങ്ങനെ ഞങ്ങൾ അവിടെ ഷൂട്ടിങ്ങിന് വേണ്ടിയുള്ള ലൊക്കേഷൻസ് കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് തിലകൻ ചേട്ടൻ്റെ ഒരു ഇഷ്യൂ വന്നത്. തിലകൻ ചേട്ടൻ 2 പടത്തിൽ അഭിനയിക്കുകയാണ് തിരുവനന്തപുരത്ത്. രാജീവ് കുമാറിൻ്റെ ചാണക്യനിലും വർണ്ണം എന്ന് പറഞ്ഞ അശോകൻ്റെ വർണ്ണം എന്നുള്ള പടത്തിലും തിരുവനന്തപുരത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെ വന്ന് അഭിനയിക്കാൻ പറ്റില്ല, പോയി വരാൻ പാട്. അതെ. അപ്പം പറഞ്ഞു ഒരു കാര്യം ചെയ്യുണ്ടി, എന്നെ വിട്ടേക്ക്, നിങ്ങൾ വേറെ ആരെങ്കിലും വെച്ചാൽ. നമ്മൾ ഞാനും സിബിയും ലോഹി എല്ലാവരും തീർത്ത് പറഞ്ഞു ചേട്ടനില്ലെങ്കിൽ നമ്മൾ ഈ പടം ചെയ്യുന്നില്ല, മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് വേറൊരു ആൾട്ടർനേറ്റീവ് ഉണ്ട്, ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് ലൊക്കേഷൻ മാറ്റാം. അപ്പോൾ പറഞ്ഞു ശരി, നിങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് മാറ്റിക്കോളൂ, ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ കിട്ടുന്ന സമയം വന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം. അങ്ങനെ നേരെ ഞങ്ങൾ ട്രിവാൻഡ്രത്ത് വന്നു. ട്രിവാൻഡ്രത്ത് ആര്യനാട് പോയി, ആ കവല, അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളെല്ലാം അവിടെ നിന്ന് കിട്ടാവുന്ന സ്ഥലങ്ങളെല്ലാം തപ്പിയെടുത്തു. ഇപ്പം നേമത്ത് ഇപ്പം കിരീടം പാലം എന്ന് പറയുന്നത് നേമത്താണ്. അതെ അതെ, എസ് കുമാറിൻ്റെ ഇതാണ്. അതിപ്പം കിരീടം പാലമായിട്ട് അറിയപ്പെടുന്നത്. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം ഫിക്സ് ചെയ്ത് ഷൂട്ടിങ് തുടങ്ങി. 23 ദിവസം കൊണ്ട് പരിപൂർണമായിട്ട് ഷൂട്ടിങ് തീർത്തു. കിരീടം മൊത്തം 23 ദിവസം കൊണ്ട്. ടോട്ടൽ കോസ്റ്റ് വന്നത് 23.5 ലക്ഷം രൂപയും വന്നു. നമ്മുടെ കൈ നന്നിറങ്ങിയത്.
23.5 ലക്ഷം രൂപയ്ക്ക് പടം തീർന്നു. അന്ന് എത്ര നമുക്ക് റിട്ടേൺ കയറി ശരിക്കും അന്നത്തെ ഒരു കണക്ക് വെച്ചിട്ട്? അന്നത്തെ ഞങ്ങൾ ഔട്ടായിട്ട് കൊടുത്തിരിക്കുകയല്ലേ, ഓ മൊത്തം നമ്മളൊരു എമൗണ്ട് വാങ്ങിയത് വാങ്ങിച്ച് അവർക്ക് കൊടുക്കുകയാണ്. ഓക്കെ, അത് പിന്നെ നമുക്കറിയില്ല അല്ല. ഡിസ്ട്രിബ്യൂഷൻകാർക്ക് അത് നമുക്ക് 3-4 രൂപ നമുക്ക് കിട്ടി അതിൽ നിന്ന്. നമുക്ക് ലാഭം ഉണ്ടെങ്കിൽ ലാഭം നമുക്ക് തരുമോ? നമുക്ക് തരും. അത് അല്ല, പടം ഓടിയിട്ട് ലാഭം ഒന്നും തരൂല. ഓ അങ്ങനെയല്ല അതിന്റെ ഔട്ട്റേറ്റ് ബിസിനസ്. ഓക്കെ, ഔട്ട്റേറ്റ് ബിസിനസ് ഇത്ര രൂപയ്ക്ക്, ഇപ്പം നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞില്ലേ, നമ്മൾ ഇത്ര രൂപയ്ക്ക് ഇത് എടുക്കുന്നു, ഓടിയാലും എടുത്തേക്കാം. നഷ്ടം വന്നാൽ ഞാൻ സഹിച്ചു, ലാഭം വന്നാൽ അതെൻ്റെ ഗുണം. ആ രീതിയിലാണ് ഔട്ട്റേറ്റ് ബിസിനസ്. ഓക്കെ, അങ്ങനെ അങ്ങനെ എടുത്ത് അതിലൊന്നും നമുക്ക് യാതൊരു നമ്മൾ കാശിൻ്റെ പുറകെ ഓടിയിട്ട് കാര്യമില്ല, പ്രതീക്ഷിച്ച കാര്യമില്ല. അല്ല. എന്നൊക്കെ നമുക്ക് എന്തെന്നറിയോ, ഒരു നല്ലൊരു സബ്ജക്റ്റ് നമ്മൾ ചെയ്യാൻ നമ്മളെ മനസ്സിൽ വിചാരിച്ചാൽ നമ്മൾ അതിന് അർഹതപ്പെട്ട കാശ് ചിലവാക്കിയേ പറ്റുള്ളൂ. അവിടെ നമ്മൾ ഒന്നാമത്തെ കാര്യം, സിനിമ എന്ന് പറയുന്നത് നല്ല വെളിച്ചത്തെടുത്ത് ഇരുട്ടത്ത് കാണിക്കണതാണ് സിനിമ. കള്ളത്തനത്തിൻ്റെ ഹൈറ്റാണ്, അല്ലേ? അപ്പം നമ്മൾ ഇപ്പം നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നു, ഇവിടെ കുറച്ച് പുകയിട്ടിട്ട് ഊട്ടിയിലാണെന്ന് ജനത്തിന് ഊട്ടിയുടെ 2 ഷോട്ട് ഇട്ട് കഴിഞ്ഞ ശേഷം ഇങ്ങോട്ടാണ് ഇത് ഊട്ടിയാണെന്ന് നമുക്ക് 2 സ്വെറ്റർ കൂടെ ഇട്ടാൽ ചെയ്യാം. അങ്ങനെയൊക്കെ കള്ളത്തനങ്ങൾ ഒരുപാടുള്ളതാണ്, ഗിമിക്സ് ആണ് സിനിമ. പക്ഷേ കഥയുടെ കാര്യത്തിലും ബാക്കിയുള്ളതിൻ്റെ കാര്യത്തിലും കള്ളക്കത്തരം കാണിക്കാൻ പാടില്ല. സത്യസന്ധമായിട്ട് തന്നെ അത് പോകണം. അപ്പോൾ അങ്ങനെയുള്ള സത്യസന്ധമായിട്ടുള്ള കഥകൾ തന്നെ വേണമെന്നും ഈ കഥകൾക്ക് സൊസൈറ്റിയിൽ എന്തെങ്കിലും ഒരു അംഗീകാരമുള്ള, ഇല്ലെങ്കിൽ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ അതിലേക്ക് നമ്മൾ വിരൽ ചൂണ്ടേണ്ടതായിരിക്കണം സിനിമ എന്നുള്ള ഒരു ഉത്തമ ബോധം എനിക്കുണ്ട്. ഞാൻ അങ്ങനെയുള്ള സിനിമകളെ എടുക്കുന്നുള്ളൂ എന്ന് ഞാൻ തീരുമാനിച്ചു. അതല്ലാതെ കാശുണ്ടാക്കാൻ വേണ്ടി മാത്രം സിനിമ എടുക്കുന്ന രീതി വേണ്ടതാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഈ പൊതുവേ ഉള്ള 100 കോടി 200 കോടി 300 കോടി മത്സരങ്ങളുണ്ടല്ലോ പൊതുവെ, ഇപ്പോൾ ഇന്ത്യ മുഴുവൻ, ഇപ്പോൾ കേരളത്തിലും അതൊരു മത്സരമായിട്ട് മാറും. ആ ഒരു രീതിയോട് താനുള്ളത് കാഴ്ചപ്പാട് എങ്ങനെയാണ്? കാശ് വേണം, വേണ്ടെന്നല്ല ഞാൻ പറയണം. പക്ഷെ നമ്മൾ കാശിൻ്റെ പുറകെ ഓടിയാൽ എത്രത്തോളം ഓടാൻ പറ്റും? കാശിന് വേണ്ടി മാത്രം. നമ്മൾ ചെയ്യുന്ന ഏതൊരു കർമ്മമായാലും അതിനൊരു അന്തസ്സുണ്ട്. ആ ഒരു കർമ്മത്തിന് അതിൻ്റേതായ ഒരു മാന്യത ഉണ്ടാവണം. ഇപ്പോൾ കഞ്ചാവ് വിറ്റാലും കാശ് കിട്ടും, ഇല്ലേ? വേറെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് പലത് ചെയ്താലും കാശ് കിട്ടും. അതുകൊണ്ട് നമുക്കെല്ലാം നേടാൻ പറ്റില്ല. അതേ സമയത്ത് നമുക്ക് ജീവിക്കാനുള്ളത് മതി കാശ്. അന്തസ്സായിട്ട് നമുക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കലയെ ഒരിക്കലും കൊല ചെയ്യരുത്. ആ അഭിപ്രായക്കാരനാണ് ഞാൻ. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് വിജയം വരണം എന്നുണ്ടെങ്കിൽ, വിജയം വരണം എന്ന് വെച്ചാൽ സാമ്പത്തിക വിജയം മാത്രമല്ല, അത് നന്നായിരിക്കുന്നു എന്ന് പറയുന്നിടത്താണ് നമ്മുടെ സക്സസ്. അതുകൊണ്ട് ഞാൻ എടുത്തിട്ടുള്ള എല്ലാ സിനിമകളും ഏതെങ്കിലും ഒരു ഇഷ്യൂവിനെ ബേസ് ചെയ്തേ ഞാൻ എടുത്തിട്ടുള്ളൂ. ചെങ്കോൽ ചെയ്തു, കിരീടത്തിൻ്റെ സ്വീക്കൽ. പക്ഷേ കിരീടത്തിൻ്റെ കൂട്ടൊരു കളക്ഷൻ ഇത് ബൂം വന്നില്ലെങ്കിലും കിരീടത്തിനെ കുറിച്ച് ഭയങ്കര അഭിപ്രായമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ചെങ്കോലിനെ കുറിച്ച്. കാര്യം കിരീടത്തിൻ്റെ കാട്ടിലുള്ള അഭിനയത്തിൽ ഏറ്റവും കൂടുതൽ ലാലിന് പ്ലസ് പോയിന്റ് ആ പടത്തിൽ എനിക്ക് പറയാൻ പറ്റും. വെച്ചാൽ ഒരുപാട് മുഹൂർത്തങ്ങളുണ്ട്. അതിൽ തിലകൻ ചേട്ടൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് ഒരു നെഗറ്റീവായിട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു. മകളെ വ്യഭിചരിക്കാൻ കൂട്ടിക്കൊടുക്കാൻ കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്. അതിൽ ഒരു എങ്ങനെ നാടകമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. അത് സൊസൈറ്റിയിലുള്ള എല്ലാവർക്കും അത് മനസ്സിലാവണമെന്നില്ല. അല്ല, കാര്യം ഒരിടത്ത് കൈവിട്ട് കഴിഞ്ഞാൽ പിന്നെ കണ്ടില്ലെന്ന് അടിക്കാനേ പറ്റൂ. പിന്നാമ്പുറ കഥകളാണിത്. ഉഷയുടെ ക്യാരക്ടർ അല്ലാതെ ആയിപ്പോയി. ആവാൻ എന്തെങ്കിലും കാരണം ഉണ്ടായിരുന്നിരിക്കാം. ഇത് അച്ഛനും അറിയാമായിരുന്നിരിക്കാം. രണ്ടുപേരും അറിഞ്ഞതായിട്ട് ഭാവിച്ചിട്ടില്ല. നിവർത്തികേട് കൊണ്ട് എൻ്റെ മോളെ പിടിച്ച് അടിച്ചു കഴിഞ്ഞാൽ നാടകത്തിന് വിടുതല്ല എന്ന് വെച്ചാൽ വീട്ടിൽ പട്ടിണിയായി, പെൻഷനായി, അമ്മ രോഗിയാണ്, മകനെ താഴെയുള്ള മോനെ പഠിപ്പിക്കണം. അത് കാരണം അതിൻ്റെ ഒരു സൈലൻ്റായിട്ടുള്ള ഒരു സ്റ്റോറി ടെല്ലിംഗ് ആയിരുന്നു അത്. നിവർത്തികേട് കൊണ്ട് പരസ്പരം മിണ്ടാതിരിക്കുന്ന, കണ്ണടച്ചു പോകുന്ന, വേണ്ടി വരുന്ന ഒരു അച്ഛൻ്റെയും മകളുടെയും അവസ്ഥയാണത്. അത് കണ്ടുപിടിക്കപ്പെടുമ്പോഴാണ് പിന്നെ പുള്ളിക്ക് വേറെ മാർഗമില്ലാതെ. പെട്ടെന്ന് എനിക്കത് ആലോചിച്ച് ഭയങ്കര ഫീല് വരുന്നല്ലേ. അതൊന്ന് ശരിക്കും പറഞ്ഞാൽ അതല്ലേ അതിൻ്റെ സത്യം. അങ്ങനെയല്ലേ വരൂ. അതിന് മോളെ കൂട്ടിക്കൊടുത്ത് ജീവിച്ചു എന്ന് പറയുന്നത് അല്ല, അത് ശരിക്കതല്ല. നാടകത്തിലും സിനിമയിലും ഒക്കെ ഈ പെണ്ണുങ്ങളെ ഉപയോഗിക്കുന്ന ആൾക്കാരില്ലേ, പിന്നാമ്പുറ കഥകളിലില്ലേ. ഈ പിന്നാമ്പുറ കഥകളിൽ
അവൾ അങ്ങനെ ചെന്ന് പെട്ടുപോയത് അറിയുന്ന അച്ഛനാണ് മുറിക്കാത്തിരുന്ന് വെള്ളം അടിച്ചത്. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു അത് റിയൽ ആയിട്ട് ചിന്തിക്കാൻ പറ്റാത്തതുകൊണ്ട് അയാൾ മദ്യത്തിന് അഡിക്റ്റീവായി. അതാ സ്വബോധത്തിൽ ഇരിക്കാൻ പറ്റുന്നില്ല. അത് നമ്മൾ അവിടെ വേറെ സീക്വൻസിൽ കാണിച്ചിട്ടുണ്ട്, സിനിമയുടെ പാട്ടിൻ്റെ ഇടയ്ക്കും കാണിച്ചിട്ടുണ്ട്. സ്റ്റേജിൽ അവൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പുറത്ത് ഇങ്ങനെ മാറി നിന്ന് വെള്ളം അടിക്കുന്നത്. അതെ, പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഒരു എസ്കേപ്പിസം എന്ന് പറഞ്ഞാൽ വെള്ളമടി മാത്രമാണ്. മകൻ കാണുന്നുണ്ട് അച്ഛൻ വെച്ച് പോകുന്നത്, അതിൽ അയാൾ എല്ലാം ഒതുക്കുകയായിരുന്നു. അപ്പം അതിൻ്റെ ഒരു സത്യസന്ധമായ ഒരു ആവിഷ്കരണം തന്നെയായിരുന്നു. ഒരു പക്ഷേ ആ പറഞ്ഞ പോലെ അതിനകത്ത് ലാലേട്ടൻ്റെ ആ ഒരു എൻഡ് പോർഷൻ ഈ പറഞ്ഞ മലയാളികൾക്ക് അന്നത് ദഹിക്കത്തില്ലായിരിക്കാം. മോഹൻലാൽ എന്ന് പറയുന്ന ഒരാളെ നമ്മളത് ചിന്തിച്ചത് കൊണ്ടും അങ്ങേർക്ക് അങ്ങനെ ഒരു അവസ്ഥ വരെ നമ്മളിപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ലാലിനെ കൊല്ലേണ്ട ഒരു ഇത് ആർക്കും സഹിച്ചതെന്ന് വെച്ചാൽ ഒരു കൊച്ചു പയ്യൻ വന്നിട്ട് ലാലിനെ കൊന്നിട്ട് പോകണമെന്ന് പറഞ്ഞാൽ, എന്നിട്ട് ലാൽ പറയുന്നത് എന്താണ്, ലാലിൻ്റെ ക്യാരക്ടർ പറയുന്നത് എന്താ, സേതുമാധവൻ പറയുന്നത് എന്താണ്, ഇപ്പം ആരും കണ്ടില്ല, നീ ഇവിടുന്ന് രക്ഷപ്പെട്ടു, അവനെ സേഫ് ചെയ്തു. അതാണ് ലാൽ, ആ ക്യാരക്ടർ, സേതുമാധവൻ്റെ ക്യാരക്ടർ അതാണ് റിയൽ സേതുമാധവൻ. അതെ, സേതുമാധവന് ആ കുടുംബത്തോട് വൈരാഗ്യമല്ല, പറ്റിപ്പോയതാണ്, അന്ന് അബദ്ധത്തിൽ സംഭവിച്ചു പോയതാണ്. കിരീടത്തിൽ അമ്മയടുത്ത് പറയുന്നുണ്ട്, അമ്മ എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞൂടെ, എൻ്റെ ജീവിതം കൈവിട്ടു പോകുന്നു എനിക്ക് തോന്നുന്നു, എന്ത് ചെയ്താലും അത് തെറ്റിലേക്ക് പോകുന്നു. ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും ഒരു മനുഷ്യൻ. അല്ല, ആലോചിക്കില്ല എവിടെ നിന്നൊരു മനുഷ്യൻ എങ്ങോട്ട് പോയി എന്നുള്ളത് ആർക്ക് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന കാര്യം, ആർക്ക് വേണമെങ്കിലും സംഭവിക്കാവുന്ന കാര്യമാണ്. ഇപ്പം എൻ്റെ അച്ഛനെ ഇതേപോലെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങും. അതെ, പിന്നെ എന്താണ് സംഭവിക്കണതെന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെല്ലാം കണക്ട് ചെയ്ത് അങ്ങ് അതാണ് ലോഹിയുടെ ഒരു ചങ്ങലയാണ് തിരക്കഥ എന്ന് പറയുന്നത്. അതിൽ ഒരു ചങ്ങലയിൽ ഒരു കണ്ണി മാറ്റാൻ പറ്റില്ല, മാറ്റിയാൽ അത് അടിച്ചിരിക്കും, പടത്തിൽ അടിച്ചിരിക്കും. ആ മനുഷ്യനെ എങ്ങനെ ഇപ്പോൾ ഓർക്കുന്നത് ശരിക്കും? തിലകൻചേട്ടനെ, ലോഹിത് സാറിനെ, ലോഹിയെക്കുറിച്ച് ശരിക്കും ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ എന്തോരം കഥകൾ വന്നേനെ അല്ലേ. എന്തോ ഞാൻ ഇടയ്ക്ക് എപ്പോഴും ചിന്തിച്ചൊരു സാധനം, അദ്ദേഹം സിനിമകളിലൂടെ എന്തോരം സിനിമകൾ ഇപ്പോൾ വന്നേനെ. മാത്രമല്ല നമ്മൾ ഒരിക്കലും കാണാത്തത്, നമ്മൾ ചിന്തിക്കാത്തതുമായിട്ടുള്ള കഥാപാത്രങ്ങളെയാണ് പുള്ളി സൃഷ്ടിച്ചിട്ടുള്ളത് മുഴുവനും. എന്നാൽ നമുക്കറിയുന്ന നമ്മുടെ തൊട്ടടുത്ത് അറിയുന്നവരാണ്. സല്ലാപത്തിലെ ആശാരി, വെങ്കലത്തിലെ അവരുടെ മനോജ് കെ ജയന്റെ, അതെ, അമരത്തിലെ അച്ചൂട്ടി, ഇതൊക്കെ ലോഹിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നതാണ്, ചിന്തിക്കാൻ പറ്റുന്നതാണെന്നാണ്. അതായത് ഒരു ദിവസം ഞാനും ലോഹി, സിന്ധു, ലോഹിയുടെ 2 മക്കളും കൂടെ ഗുരുവായൂർ ദീപാരാധന തൊഴാൻ പോയി. ഗുരുവായൂർ അമ്പലത്തിൽ കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങളിങ്ങനെ അമ്പലത്തിലേക്ക് കയറാൻ പോകുമ്പോഴത്തേക്ക് അവിടെ ഒരു സർക്കസ് നടക്കുന്നു, തെരുവ് സർക്കസ്, പിള്ളേരുടെ ചെണ്ട. അപ്പം ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഞാൻ കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ ഒരു കൊച്ചു ഒരു കുട്ടി ഒരു ഉരുണ്ട പാത്രമല്ല, ടിന്നിൻ്റെ മേളിലൊരു ഇത് ഇട്ടിട്ട് ഒരു പലക ഇട്ടിട്ട് അതിലിങ്ങനെ ആടും. അപ്പോൾ ഞാൻ പറഞ്ഞു, ലോകേഷ് വാ, സമയമായി, നമുക്ക് പോകാം, നിങ്ങൾ പോയി തൊഴുതിട്ടോ, ഞാനിതൊന്ന് കണ്ടോട്ടെ. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അയാളെ തല്ലി കൊല്ലാനുള്ള ദേഷ്യം വന്നു. അമ്പലത്തിൽ പോകാനായിട്ട് വണ്ടി ഞാൻ അത്ര സ്പീഡ് ഓടിച്ച് വന്നേ. അയാൾ ഞാൻ ഇത് കണ്ടിട്ട് വരാമെന്ന്. ഞാൻ പറഞ്ഞു, ഒന്ന് വാ ലോഹി, ഒന്ന് പോവാ, നിങ്ങൾ പോപ്പാ എന്ന് പറഞ്ഞ എൻ്റെ അടുത്ത്. അയാൾ അതിൻ്റെ ഇടയിലോട്ട് കയറി അവിടെ അങ്ങ് നിന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, സിന്ധു വാന്ന് നോക്കും, പോയി തൊഴാന്ന് പറഞ്ഞു. ഞങ്ങൾ പോയി തൊഴുതിട്ട് വന്നു. തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി അവിടെ ഒരു കടത്തെണ്ണയിൽ ഇരിപ്പുണ്ട്, ഇങ്ങനെ കൈയും വെച്ച്. പുള്ളിയുടെ മനസ്സിൽ കഥയുണ്ടാവുമായിരുന്നു. ആ കഥയാണ് ജോക്കർ. അന്ന് തോന്നിയ. എന്നിട്ട് എൻ്റെ അടുത്ത് പറയാണ്, ആ കൊച്ചുകുട്ടി ഇവിടെ ഇങ്ങനെ ഒരു കമ്പി വെച്ചിട്ട് ആ കമ്പി ഇങ്ങനെ കുത്തി വളച്ചെന്ന്, ആ ഇരുമ്പ് ദണ്ട്, ആ കുട്ടി ഇങ്ങനെ നടന്ന് അത് വളച്ചെന്ന്. ഇവിടെ ഒരു നിമിഷം തെറ്റിയാൽ ആ കൊച്ചിൻ്റെ ജീവൻ പോകും. അതാണല്ലോ ജീവിതം. അപ്പം അതിൽ അത്രമാത്രം ആഴത്തിൽ ജീവിതം കാണാൻ ലോഹിക്കേ പറ്റുള്ളൂ. ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ എന്തോരം സിനിമകൾ, ഉറപ്പായിട്ടും. എന്നുവെച്ചാൽ പലരും കണ്ടെത്താത്ത കഥാപാത്രങ്ങളെ പുള്ളി കണ്ടെത്തുമായിരുന്നു. വെച്ചാൽ ലോഹി പറയും, നമുക്ക് ഒരു കഥാപാത്രത്തെ നമുക്ക് ഫീൽ ചെയ്യണം, അയാളെ നമ്മൾ അയാളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ മാത്രമേ ആ കഥാപാത്രം നിലനിൽക്കൂ എന്ന് ലോഹി പറയും. സത്യം തന്നെയാണ്. ജീവനാണ്.
എന്നുവെച്ചാൽ എങ്ങനെയെങ്കിലും ഒരു കഥാപാത്രത്തെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല, അയാൾ വരുന്നതിനൊരു പ്രസക്തി ഉണ്ടാവണം. ആ സീക്വൻസിൽ ഒരാൾ വരുന്നതെങ്കിൽ അതിനൊരു പ്രസക്തി ഉണ്ടാവണം, അല്ല ചുമ്മാ ഒരാൾ വന്നിട്ട് പോയിട്ട് കാര്യമില്ല. അത് നമ്മൾ ആ പറയുമ്പോൾ തന്നെയാണ് സാർ നമ്മൾ നേരത്തെ പറഞ്ഞ സല്ലാപത്തിലെ ആശാരി എന്ന് പറയുന്നത്. അതെ, നമുക്കറിയാവുന്ന നമുക്ക് ചുറ്റുമുള്ള ഒരു ആശാരി അതെ. എന്നാ പാട്ട് പാടാൻ അതിയായ ആഗ്രഹമുള്ള ഒരു മനുഷ്യൻ. അവന്റെ പ്രൊഫഷൻ വേറെയാണ്, വേണം. പക്ഷെ സാഹചര്യം കൊണ്ട് അവൻ ആശാരിയായി മാറിയൊരു കഥയാ സല്ലാപത്തിലൂടെ വന്നത്. അതെ, അന്ന് അതിൽ കൗതുകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപ് എന്ന് പറയുന്ന ഒരാള് അത്ര അതെ. വലിയ സ്റ്റാർ ആയിട്ട് നിൽക്കുന്ന സമയമല്ല, ആ. അയാൾക്കൊരു വലിയ ബ്രേക്ക് കൊടുത്ത ഒരു സിനിമ കൂടിയാണ്. എന്തുകൊണ്ടാണ് അന്ന് ദിലീപിനെ അന്ന് ചൂസ് ചെയ്തത്? ഈ പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഒരു ടെൻഷൻ ഇല്ലായിരുന്നു? ഇല്ല, സത്യം പറഞ്ഞാൽ ഞാൻ കഥയ്ക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ആർട്ടിസ്റ്റിനല്ല. കഥ എന്ന് പറയുന്ന ആ കഥയ്ക്ക് അനുയോജ്യമായ ആർട്ടിസ്റ്റിനെ കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇപ്പം മനോജ് കെ ജയൻ ചെയ്തു, അതിൻ്റെ അകത്ത് ആ വേഷം ചെയ്തു. മാള അരവിന്ദൻ ചെയ്തു. സല്ലാപത്തിലെ മാള അരവിന്ദൻ്റെ ഇതിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയെന്നറിയോ, ഈ ആശാരിമാരുടെ എല്ലാവരുടെയും ഇതുണ്ട്, ഒരിടത്ത് പണികയല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുവന്നൊരു ഇത് വെച്ചിട്ട് ഇല്ലേ, അത് വളരെ വ്യക്തമായിട്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ജനങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകൻ പെട്ടെന്ന് ഇയാൾ ഇതാണ് എന്നുള്ളത്. അതെ. ഇപ്പോൾ ദിലീപിൻ്റെ കാര്യം പറഞ്ഞാൽ, ദിലീപ് അങ്ങനെ ഒരുപാട് ചിത്രങ്ങളിലൊന്നും അഭിനയിച്ചില്ല, ചെറിയ ചെറിയ കമലിൻ്റെ കൂടെ അസോസിയേറ്റ് ഡയറക്ടറും അസിസ്റ്റന്റ് ഡയറക്ടറും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്ത കാലമാണ്. പക്ഷേ പുള്ളി ഒരു നല്ല മിമിക്രി ആർട്ടിസ്റ്റാണ്, ഭയങ്കര ഫ്ലെക്സിബിളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് അത് നന്നായിട്ട് ഇണങ്ങും എന്നുള്ളത് നമുക്ക് അറിയാം, നമുക്ക് മാനസികമായിട്ട് നമുക്ക് മനസ്സിലാവുമല്ലോ. പിന്നെ മഞ്ജു വാര്യരെ സംബന്ധിച്ചിടത്തോളം കലാതിലകമാണ് കുട്ടി. ഞങ്ങൾ സാദരത്തിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ സമയത്താണ് കഥ എന്ന് പറഞ്ഞ മാഗസീനിൽ ഈ കുട്ടിയുടെ മുഖം അടിച്ചു വരുന്നത് കാണുന്നത്. അന്ന് അവിടെ വെച്ച് ഞാനും ലോഹിയും പറഞ്ഞു, നമുക്ക് ഈ കുട്ടിയെ നമ്മുടെ ഒരു ആ ലവ് സ്റ്റോറിയിലാക്കാന്ന്. അന്നത്തെ ലവ് സ്റ്റോറി ഏതായിരുന്നു എന്നറിയാം, നിവേദ്യമായിരുന്നു. നിവേദ്യം. അത് മാറിയിട്ടാണ് ലാസ്റ്റിൽ വന്നത് വിനുമോഹൻ്റെ. അതെ, വിനുമോഹൻ്റെ. അതെ, അന്ന് നിവേദ്യത്തിന് വേണ്ടിയാണ് മഞ്ജു വാര്യരുടെ ഫോട്ടോ വെച്ചിട്ട് നമ്മൾ പറഞ്ഞു വെച്ചതെങ്കിലും സല്ലാപത്തിൻ്റെ കഥ വന്നപ്പോൾ മഞ്ജുവിനെ അതിൽ കൊണ്ടുവന്നു. മഞ്ജു വന്നു, മനോജ് കെ ജയൻ. അപ്പോൾ അവിടെ ഒരു സപ്പോർട്ടിംഗ് ആയിട്ടൊരു അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റ് വേണം. അതാണ് മനോജ് കെ ജയനെ അവിടെ ചേട്ടൻ്റെ ക്യാരക്ടർ വെച്ചത്. പിന്നെ ബാക്കി അതിൽ ഒട്ടുമുക്കാൽ ആർട്ടിസ്റ്റുകളും പുതിയ ആൾക്കാരാണ്. കലാഭവൻ മണി 2 സീനുകളെങ്കിൽ പോലും കലാഭവൻ മണി എന്ന് വെച്ചാൽ ചാലക്കുടിക്കാരനാണ്, നന്നായിട്ട് മിമിക്രി ചെയ്യുന്ന ആളാണ് എന്നുള്ളത് കൊണ്ട് സുന്ദർദാസ് കൂടെ ഇതായപ്പോഴത്തേക്ക് പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമുക്ക് വേറെ ഒന്നും ആലോചിക്കാനില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ ചെയ്യുമ്പോൾ ഞാനിപ്പം 3 ഡയറക്ടേഴ്സ് പുതിയതായിട്ട് എൻ്റെ സിനിമയിൽ വന്നു. ഒന്ന് ജോർജ് ഗിത്തു ആധാരം ചെയ്തു, സുന്ദർദാസ് സല്ലാപം ചെയ്തു, ലോഹിദാസ് ഭൂതക്കണ്ണാടി ചെയ്തു. ക്യാമറാമാൻമാർ അഴകപ്പൻ സമ്മാനം എന്നുള്ള ചിത്രത്തിൽ ആദ്യമായിട്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു മേഖലയിൽ ഇപ്പം ഞാൻ മില്ലേനിയം സ്റ്റാർസ് എന്നുള്ള സിനിമ എടുക്കുന്ന സമയത്ത് അച്ഛനും മോനും ഒന്നിച്ച് പാടിയ പാട്ടുകൾ അതിലുണ്ട്. ദാസേട്ടനും വിജയ് യേശുദാസും ആദ്യമായിട്ട് പാടുന്നത്. ദാസേട്ടൻ അന്ന് വിജയ് എടുത്ത് പറഞ്ഞു, നീ ഉണ്ണി ഒരിക്കലും മറക്കില്ല കേട്ടോ, നിനക്ക് ആദ്യമായിട്ട് പാട്ട് തന്നെയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ വരെ. അതിന് വേണ്ടിയിട്ടൊന്നും അല്ല നമ്മൾ ചെയ്യുന്നത്, പക്ഷേ എന്തെങ്കിലുമൊക്കെ ഒരു പുതുമ വേണ്ടേ. ആ മില്ലേനിയം സ്റ്റാർസ് റിലീസ് ചെയ്തത് എപ്പോഴെന്ന് അറിയോ? എനിക്ക് ന്യൂ ഇയറിന്റെ മില്ലേനിയം 2000 ആണ്ട് പിറന്ന സമയത്ത് രാത്രി 12 മണിക്കാണ് അത് റിലീസ് ചെയ്യും. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള. പിന്നെ ഞാൻ വേറൊരു കാര്യത്തിൽ ശ്രദ്ധിച്ചിരുന്നതെന്ന് വെച്ചാൽ എൻ്റെ ടൈറ്റിലുകളെല്ലാം ഒരേപോലെ ഒരു പാറ്റേൺ ആണ്. ഞാനത് ചോദിക്കാൻ വെച്ചിരുന്ന കാര്യമാണ്. കിരീടം മുതൽ എല്ലാം ആ രീതിയിലേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എൻ്റെ തമിഴ് സിനിമയ്ക്ക് ഉൾപ്പെടെ അങ്ങനെയാണ് ചെയ്തത്. കിരീടമാണെങ്കിലും സല്ലാപമാണെങ്കിലും എല്ലാം. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പാറ്റേൺ പിടിച്ചത്? അത് കാര്യം എന്ന് വെച്ചാൽ ഒരു ഐഡൻറ്റിറ്റിക്ക് വേണ്ടി മാത്രമാണ്. എന്നുവെച്ചാൽ ഇപ്പോഴും ഞാൻ ആ ട്രയൽ ലൈനിൽ ഞാനൊരു സിനിമ കൃപാഫിലിംസ് എന്ന് പറഞ്ഞ് ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എൻ്റെ പടമാണെന്നുള്ളത് ജനത്തിന് മനസ്സിലാവും. അതേ സമയത്ത് അത് വേറെ പല രീതിയിലും എഴുതാം. അതിനെക്കാളും നല്ലത് എനിക്ക് എൻ്റെതായ ഒരു ഐഡൻറ്റിറ്റി ഉള്ളതല്ലേ നല്ല തിരിച്ചറിയണം, ഇത് നമ്മുടെ ബ്രാൻഡാണെന്നുള്ളത്. ഇപ്പം തന്നെ പല ഇപ്പം ശിവ ശ്രീകൾ എന്നുള്ള ഒരു ബോട്ടിൽ അവർക്ക് ആ മദ്യം തന്നെ വേറൊരു പല കുപ്പിയിലാക്കി കൂടി. അതെ, എന്തുകൊണ്ട് ഐഡന്റിറ്റി. അപ്പം അതുപോലെ ഒരു ഐഡന്റിറ്റി വേണമെന്നുള്ളതുകൊണ്ടാണ് ഞാനത് ചെയ്തത്. ഈ നമ്മൾ ആ സലാപത്തിന്റെ കാര്യം പറഞ്ഞു വരുമ്പോൾ തന്നെ അടുത്ത ഈ പറഞ്ഞ പോലെ ലോയി സാറിന്റെ ഭൂതക്കണ്ണാടി മലയാളത്തിലെ എവർ ക്ലാസിക്. മമ്മൂക്കയാണെങ്കിലും ശ്രീലക്ഷ്മി ചേച്ചി അവരൊക്കെ ചെയ്തു വച്ചിരിക്കുന്നത് അസാധ്യ പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ ഞാൻ പറയട്ടെ, ആസ് എ ഒരു പ്രൊഡ്യൂസർ നമ്മൾ ചിന്തിക്കുമ്പോൾ
നമ്മളൊന്നും ടെൻഷൻ ആവില്ല. ഭൂതക്കണ്ണാടി പോലൊരു പടം മലയാളത്തിൽ, അല്ലെങ്കിൽ അതിനകത്തൊരു ബിസിനസ് വാല്യൂ നമ്മൾ ചിന്തിക്കില്ലേ? അതായത് ഞാൻ ലോഹിയും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ ഒരു ആഴം അറിയാത്തോണ്ടായിരുന്നു. അയാൾക്കൊരു സിനിമ ചെയ്യണമെന്നൊരു ഭയങ്കര ആഗ്രഹമുള്ള ആളായിരുന്നു ലോഹിദാസ്. എനിക്ക് സ്വന്തമായിട്ടൊരു പടം ചെയ്യണോടാ, സംവിധാനം ചെയ്യണം. സംവിധാനം ചെയ്യണം. അന്ന് ഞാൻ ലോഹി എടുത്ത് പറഞ്ഞു, ലോഹി ഇമ്മീഡിയറ്റ് നമുക്കിപ്പം പറ്റില്ല, നമുക്ക് സാമ്പത്തികം അതനുസരിച്ചില്ല. അത് ചെയ്യുമ്പോൾ നമുക്ക് നിങ്ങളുടെ മനസ്സിന് എങ്ങനെയാണ് ചെപ്പ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഫ്രെയിം പോലും എൻ്റെ ഇഷ്ടത്തിനല്ല നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാൻ വേണ്ടി അതിനുവേണ്ടി ഞാൻ കൂടെ നിൽക്കും. അത് നമുക്കൊരു നല്ല പടം കിട്ടി കുറച്ച് കാശ് കിട്ടുന്ന സമയത്ത് ചെയ്യാം. അങ്ങനെയാണ് എനിക്ക് സല്ലാപം കിട്ടുന്നത്. ഞാൻ ഉദ്ദേശിച്ചതിനെക്കാട്ടിലും വളരെ 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 കൂടുതൽ കാശ് കിട്ടി. പിന്നെ എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടി ഞാനല്ലാതെ പിന്നെ വേറെ ആയിരിക്കും. അപ്പം അവിടെ ഏറ്റവും നല്ലൊരു ചിത്രമായിരിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. അതിനെനിക്ക് ലാഭം ഉണ്ടാക്കുക അല്ല എൻ്റെ ലക്ഷ്യം. ലാഭം എനിക്ക് വേറെ പടത്തിൽ കിട്ടി. പക്ഷേ എൻ്റെ സുഹൃത്തിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം സഹായിച്ചു കൊടുക്കുക എന്നുള്ളത് തന്നെ ഇവിടെ ഉത്തരവാദിത്വമില്ലേ? അതെ. ഈ ആ ഭൂതക്കണ്ണാടിയുടെ കഥ പറഞ്ഞത് ഓർക്കുന്നുണ്ട് ഇപ്പോൾ? ഉണ്ട്. അത് ആദ്യമധ്യാഹം തോന്നുന്നു എനിക്കറിയില്ല. ഒരു വാച്ച് റിപ്പയറുടെ കഥ. അയാൾ കാണുന്ന എല്ലാം വലുതായിട്ടേ കാണുള്ളൂ. എന്ത് ഇഷ്യൂ, ചെറിയ ഇഷ്യൂ പോലും വലിയ അങ്ങനെ കാണുള്ളൂ. അയാൾ ഒരു എറുമ്പിനെ കാണുന്ന ഒരു ആനയുടെ കൂട്ടാണ്. അതാണ് അയാളുടെ പെർസ്പെക്റ്റീവ്. അയാൾക്കൊരു പ്രേമമുണ്ട്. ആ പ്രേമം അയാൾക്ക് നടന്നില്ല. അതിലും അയാൾക്ക് ഫ്രസ്ട്രേറ്റഡ് ആണ്. എല്ലായിടവും ഇതാണ്. പിന്നെ ഏറ്റവും ഇതായിട്ടുള്ളൊരു സംഭവം ഇപ്പോഴും നടക്കുന്ന അട്രോസിറ്റീസാണ്. കാര്യം ഈ കൊച്ചു പെൺകുട്ടികളെ നശിപ്പിക്കുന്ന ഒരു ഇതുണ്ട്. അതാണ് അതിൻ്റെ മൂലകഥ. ഇപ്പോഴും അതെ, അങ്ങനത്തെ കഥയല്ലേ നമ്മൾ എടുക്കേണ്ടത്. സൊസൈറ്റിക്ക് കാണിച്ചു കൊടുക്കണ്ടേ അതുകൊണ്ടുണ്ടാവുന്ന ദുരന്തം എന്തൊക്കെയാണെന്ന്. അപ്പം അങ്ങനെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു സിനിമ നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡൗറി ഇഷ്യൂസ്, ഹിന്ദു മുസ്ലിം പ്രശ്നം, ഈ ഇഷ്യൂ ഏതാണ്, ഈ പെൺകുട്ടികളുടെ നേരെയുള്ള ഇഷ്യൂ, പ്രണയത്തിൻ്റെ സ്ത്രീധന ഇഷ്യൂ, അങ്ങനെ നമ്മൾ സൊസൈറ്റിയിൽ നമ്മൾ എന്താ പറയുക കാണാത്ത കാര്യങ്ങൾ, നമ്മൾ അത് പ്രകടമായി കാണാത്ത കാര്യങ്ങൾ അവരെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് ഞാൻ കരുതിയിട്ടാണ് ഞാൻ അങ്ങനെയുള്ള ചിത്രങ്ങളിലേക്ക്. സാറിൻ്റെ സിനിമകളിലെ പാട്ടുകളും എപ്പോഴും ഈ പറഞ്ഞ പോലെ ഇപ്പോഴും ഹിറ്റുകളിൽ നിൽക്കുന്ന സോങ്സ് തന്നെയാണ്. സാറിന് അതിനകത്തൊരു ഇടപെടലോ അല്ലെങ്കിൽ നിർബന്ധമോ ഇല്ല. അതെല്ലാം ജോൺസന്റെ മാത്രം കഴിവാണ്. എൻ്റെ കൂടുതൽ ചിത്രങ്ങൾ ചെയ്തിരിക്കുന്ന ജോൺസനാണ്. ഒരു കാര്യത്തിൽ ഞാൻ ജോൺസന്റെ അടുത്ത് എനിക്ക് സംഗീതത്തെക്കുറിച്ച് യാതൊന്നും അറിഞ്ഞൂടാ. ഒരു പാട്ട് കേട്ടാൽ നല്ല പാട്ടാണ് എന്ന് നമുക്ക് അറിയാൻ പറ്റും. എന്നുവെച്ചാൽ വേറെ ഒന്നുമല്ല, കേൾക്കുമ്പോൾ നമുക്കറിയാം ഇഷ്ടപ്പെടും, നമുക്ക് ഇഷ്ടപ്പെടുക എന്നുള്ള അതല്ലാതെ എനിക്കൊന്നും അറിയില്ല. സാറിന്റെ ചുറ്റും മൊത്തം ലെജൻസ് ആയിരുന്നല്ലേ? നമ്മൾ ഓരോന്നോരോന്നായിട്ട് പറയുമ്പോഴേ അല്ല, അതെന്തെന്ന് അതൊക്കെയാണ് ഈ സൗഹൃദം ഉണ്ടാവുക എന്ന് പറയുന്നത്. ഞാനൊന്നും അവരുടെ അടുത്ത് എൻ്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഞാൻ അവരാരും സ്നേഹിച്ചിട്ടില്ല. ആരെയും ഞാൻ സ്നേഹിക്കാറില്ല. അങ്ങനെ എൻ്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഒരാളുടെ തോളി കൈയിടുന്ന പരിപാടി എനിക്കില്ല. എത്രയായാലും ശരി, അവർക്ക് എന്തുകൊണ്ടാണ് എൻ്റെ അടുത്ത് അങ്ങനെ തോന്നുന്നതെന്ന് ഞാനല്ല പറയേണ്ടത്, അവരാണ് പറയേണ്ടത്, അല്ലേ? അങ്ങനെ ചെയ്യില്ല എന്ന് അവർക്ക് ഉറപ്പുള്ളതുകൊണ്ടായിരിക്കാം വേണ്ടിയും ചെയ്യും. ഇപ്പം ലോഹി എന്തുകൊണ്ടാണ് എൻ്റെ കൂടെ അത്ര ആത്മാർത്ഥമായിട്ട് നിന്നു? കൈതപ്പുറം എന്തുകൊണ്ട് നിന്നു? മുരളി എന്തുകൊണ്ട് നിന്നു? ജോൺസൺ എന്തുകൊണ്ട് നിന്നു? സിബി എന്തുകൊണ്ട് നിന്നു? ലാൽ എന്തുകൊണ്ട് നിന്നു? ഇവർക്ക് ആർക്കെങ്കിലും ഞാൻ ചെയ്ത ഇതിൽ എന്തെങ്കിലും ഒരു ദോഷം വന്നിട്ടുണ്ടോ? ഞാനായിട്ട് അവർക്കൊരു ദോഷമാണ് ഇല്ല. കാര്യം എന്ന് വെച്ചാൽ ഇതൊന്നും ഞാൻ ചെയ്തതല്ല, ഒരു കൂട്ടായ്മയായിരുന്നു ഇത്. ഞാൻ അതിൻ്റെ അകത്തൊരു ഭാവവാക്ക് മാത്രമായ ഒരു പാർട്ട് ആൻഡ് പാർസൽ എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം അവരുടെ സിനിമയാണ് ആധാരം, അവരുടെ സിനിമയാണ് ചെങ്കോൽ, അവരുടെ സിനിമയാണ് കിരീടം. അതിന് നിമിത്തമാണ്. ഞാൻ അവർക്ക് ഒരു നിമിത്തം ആയതല്ലാതെ ഞാൻ അതിൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ ചെയ്യണമെന്നോ അങ്ങനെ ചെയ്യണമെന്നോ ഒന്നും ഞാൻ പറയാൻ പോയിട്ടില്ല. പിന്നെ ചില കാര്യങ്ങൾ കണ്ടാൽ ഞാൻ ഈ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടൊക്കെ നടന്നതിൻ്റെ ഒരു ഇതായിരിക്കാം, ലെഫ്റ്റ് റൈറ്റ് നമുക്കറിയാമല്ലോ, അതിൽ കുറച്ച് അതൊക്കെ ഞാൻ ചിലപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ ചെയ്യാമോ എന്ന് ചോദിക്കാൻ ചിലപ്പോൾ ചില മൂഡുകൾ അങ്ങനത്തെ മൂഡ് വേണോ. ഞാൻ ഇപ്പം GS വിജയൻ, എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ് GS വിജയൻ. ഞങ്ങൾ സാഫല്യം ചെയ്യുന്ന സമയത്ത് ഞാനെല്ലാം ചോദിച്ചിട്ടുണ്ട്, എടാ അത് അങ്ങനെ വേണോ, അത് അയാളുടെ മൂഡ് കുറച്ച് ശരിയടാ നോക്കാം,
എന്നുവെച്ചാൽ അത് ഒരിക്കലും വോളണ്ടറി ആയിട്ട് അങ്ങനെ ചെയ്യണം എന്നല്ല, സജഷൻ. സജഷൻസ് അത് പറയാനുള്ള റൈറ്റ് എനിക്കുണ്ട്, അത് ഞാൻ പറയും. അതല്ലാതെ ഒരു കാര്യത്തിലും ഞാൻ ഇടപെടാറില്ല. ഈ ലോയ് സാറിനെയും മുരളി സാറിനെയും ജോൺസൺ മാഷിനെയും ഒക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം, ശരിക്കും അവരെയൊക്കെ മിസ് ചെയ്യുന്നുണ്ട് എപ്പോഴെങ്കിലുമൊക്കെ. എന്താ പറയുന്നത്, ആ സൗഹൃദം പോകുമ്പോഴേ അതിൻ്റെ വില. നമ്മുടെ ഈ കയ്യിൽ അതിന് 5 വിരലുണ്ട്, ഈ 5 വിരലാണ് നമ്മുടെ ശക്തി. ഇവിടം വെച്ച് മുറിഞ്ഞു പോയാൽ എന്ത് ചെയ്യും നമ്മൾ? ആ അവസ്ഥയാണ് എൻ്റെ. ഇന്ന് ലോഹി ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇനിയും സിനിമകൾ ചെയ്തു പോയാൽ. ജോൺസൺ ഉണ്ടായിരുന്നെങ്കിലോ? എൻ്റെ സീരിയലിന് വരെ പാട്ട് ചെയ്തത് ജോൺസണാണ്. മുരളി ഉണ്ടായിരുന്നെങ്കിൽ നല്ല വേഷങ്ങൾ ചെയ്തത്. പക്ഷേ ഇതൊക്കെ വിധി നിമിത്തമാണ്. അതൊക്കെ ഞാൻ അനുഭവിക്കാൻ ബാധ്യസ്ഥനായതുകൊണ്ട് ഞാൻ അനുഭവിക്കുന്നതാണ്. ആ വേദന എന്ന് പറഞ്ഞാൽ ഇപ്പം 28-ാം തീയതിയാണ് ലോഹി, ജൂൺ 28-നാണ് ലോഹിയുടെ. ഞാൻ അന്ന് ഇവിടെ ഇല്ല, ഞാൻ അബുദാബിയിലായിരുന്നു. ഞാനിങ്ങനെ ന്യൂസ് അന്ന് അവിടെ എന്തോ ഒരു ഇതിട്ടുകൊണ്ടിരുന്നപ്പം, ന്യൂസ് ഇട്ടുകൊണ്ടിരുന്നപ്പോൾ കണ്ട് ഒരു സ്ക്രോളിങ് പോകും, ലോഹിദാസ് ഇവിടെ വാങ്ങി. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അപ്പം പെട്ടെന്ന് ഞാൻ ഇവിടെയൊക്കെ ബന്ധപ്പെട്ടപ്പോഴത്തേക്ക് സത്യമാണോ, ഞാൻ അവിടെ നിന്ന് ഇവിടെ വരെ എത്തിയ പാഠം എനിക്കറിയാമല്ലോ. ഞാനൊക്കെ ഓരോരുത്തർക്ക് ഈശ്വരൻ പറഞ്ഞിരിക്കുന്നതല്ലേ സംഭവിക്കുന്നു, അക്സെപ്റ്റ് ചെയ്യാൻ മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രം. എനിക്ക് ആ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അവർക്കൊന്നും ഒരു പറക്കം മുറ്റുന്നതിന് മുമ്പ് തന്നെ ലോഹി പോയത് കൊണ്ട് അവരുടെ എനിക്കും അവരെ ഒരു രീതിയിലും സഹായിക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോൾ. ഇപ്പോൾ ഒരു പടം അവരെ വെച്ച് ചെയ്യിപ്പിക്കാനോ ഒന്നും സാഹചര്യങ്ങളില്ലാത്തത്, അതിൻ്റെ ഒരു വേദന എനിക്കുണ്ട്. സാറിൻ്റെ സിനിമകളിൽ സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? എനിക്ക് അങ്ങനെ ചോദിച്ചാൽ നമ്മുടെ എനിക്കിപ്പോൾ ഒരു 2 കുഞ്ഞുങ്ങളുണ്ട്. 2 കുഞ്ഞുങ്ങളിൽ ഏത് കുഞ്ഞിനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ചോദിച്ചാൽ അത് പറയാനൊരു ഉണ്ട്. എന്നാലും ഒരു ഇമോഷണൽ കണക്ഷൻ അല്ലെങ്കിൽ എന്തോ ഒരു ആത്മബന്ധം തോന്നിയ ഒരു പാട്ട്, കൂടുതൽ ആത്മബന്ധം തോന്നിയ മധുരം ജീവാമൃത ബന്ധു. ആ പാട്ടിന് ഒരു ഭയങ്കര ഫീലുണ്ട്. ആ പാട്ടിൻ്റെ നറേഷനിൽ തന്നെ ഒരു ജീവിതത്തെ ഒരു മുഴുവനും തകർന്നു പോയതിൻ്റെ ഒരു അത് എങ്ങനെ എന്ന് വെച്ചാൽ ഒരു ജീവിതം തകർന്നു പോയതിൻ്റെ കൊണ്ടല്ല പിന്നെ കൂടുതൽ ഇതായത്, നമുക്ക് വല്ലാതൊരു വിങ്ങലാണ് ആ സിനിമ മുഴുവൻ ആ പാട്ടിലുണ്ട്. അതൊരു വല്ലാത്തൊരു വിങ്ങലുള്ളൊരു പാട്ട് തന്നെയാണ്. അത് എഴുതി തന്നപ്പോൾ മ്യൂസിക് വാരികൾ സാറ് കണ്ടിരുന്നോ? മീൻസ് മ്യൂസിക്കിന് മുമ്പ് അതോ പിന്നീട് പാട്ടായി? അല്ലല്ല, അത് പ്രസാദ് സ്റ്റുഡിയോയിലാണ് റെക്കോർഡ് ചെയ്തത്. ആദ്യം അതിൻ്റെ ട്രാക്കൊക്കെ വെച്ചിരുന്നു. ദാസേട്ടൻ വന്നു, ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു അന്ന്. ദാസേട്ടൻ വന്ന് അത് പാടി. അത് പാടുന്ന സമയത്ത് തന്നെ നമുക്ക് ആ പാട്ടിനോടൊരു എവിടെയോ ഇങ്ങനെ ഇടിച്ചു കയറുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. അതിൻ്റെ ആ വരികളൊക്കെ, വരികളെന്ന് വെച്ചാൽ ഞാൻ വലിയ സാഹിത്യകാരനൊന്നുമല്ല, അപ്പം ഇതിൻ്റെ വരികളൊക്കെ നമുക്ക് അതുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് വന്നപ്പോഴാണ്, വിഷ്വലും കൂടെ വന്നപ്പോഴാണ് എനിക്ക് കൂടുതലത് ഇൻട്രസ്റ്റ് ആയത്. മറ്റേ വരികൾ മാത്രമാകുമ്പോഴത്തേക്ക് നമുക്ക് അത് എത്ര വരും എന്നുള്ളത് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ ഇപ്പം ആ പാട്ടിൻ്റെ സീക്വൻസ് സിബി അല്ല, ഞാനാണ് അത് സംവിധാനിച്ച, വേറെ വിഷ്വൽസ് ആയിരിക്കും വരിക. ഇപ്പം ജോഷിയായിട്ടാണെങ്കിൽ വേറെ വിഷ്വൽസ് ആയിരിക്കും വരിക. പക്ഷേ അതാണ് സിബി ആയിട്ട് എനിക്ക് കിട്ടിയ ഒരു ലിങ്ക്. സിബി അത് ഓരോ കാര്യത്തിൽ സിബി അതനുസരിച്ച് തന്നെ ബ്ലെൻഡ് ചെയ്ത് അത് കൊണ്ടുവന്നു. അത് ആ പാട്ടിൽ തന്നെ ഉണ്ട്. പിന്നീട് മോഹൻലാൽ ആ കുടുംബത്തെ നോക്കി കാണുന്നതും അവരൊഴിഞ്ഞു മാറി പോകുന്നതും അല്ലേ? അതെ അതെ. മലയാളത്തിലെ ഏറ്റവും നല്ലൊരു കെമിസ്ട്രി തിലകൻ, മോഹൻലാൽ, കവിയൂർ പൊന്നമ്മ. ഫിസിക് വൈസും അവര് ഭയങ്കര കണക്റ്റഡ് ആണ് അവര്. നമുക്ക് കറക്റ്റാ. ഇത് പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, കവിയൂർ പൊന്നമ്മയുടെ മകനാണ് മോഹൻലാൽ എന്ന് പറഞ്ഞു നടന്നിരുന്ന ഒരു ആളുകൾ ചിന്തിച്ചിരുന്ന ഒരു കാലമുണ്ട്. എന്നുവെച്ചാൽ ഇതിൽ തന്നെ നമ്മൾ കിരീടം ചെയ്യുന്ന സമയത്ത് അമ്മ കട്ടലിൽ കിടക്കുകയാണ്, മോൻ പേപ്പർ വായിച്ചു കൊടുക്കുകയാണ്. പേപ്പർ എന്ന് വെച്ചാൽ തിരക്കഥ വായിക്കുകയാണ്, ഏതിൻ്റെ രാമായണം വായിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് വായിച്ചു വരുന്ന സമയത്ത് അമ്മ ഇങ്ങനെ ഇത്, അതൊക്കെ നമുക്ക് പണ്ട് കിട്ടിയിട്ടുള്ള സുഖങ്ങളായിരുന്നു. അതെ, നോർമലി ഒരു അമ്മ ചെയ്തു പോണതാണ്, പർപ്പസ്ഫുള്ളി ചെയ്യണതല്ല. ഇതൊക്കെ ഇവർ തമ്മിലുള്ള കെമിസ്ട്രിയാണ് അത് വർക്കൗട്ട് ആവണത്, ഇല്ലേ? അതെ. അങ്ങനെ കിടക്കുന്ന ഒരു പൊസിഷൻ പറഞ്ഞു കൊടുത്തു. ആ പൊസിഷൻ അതിൽ ലോഹിയുടെ തലോടൽ ഉണ്ടെങ്കിൽ തന്നെ ആ തലോടൽ എഴുതിയിരിക്കുന്ന തലോടൽ, അതാ ആ തലോടൽ, അത് നമ്മൾ ആ ഫ്രെയിം കാണുന്ന സമയത്ത് അവർ തമ്മിലുള്ള എന്താ അമ്മയെ നിർത്തിക്കളഞ്ഞ എന്ന് ചോദിക്കുന്ന, പെട്ടെന്ന് നിർത്തുമ്പോഴേ ഇതിങ്ങനെ ചെയ്തിട്ട് എന്തോ കേട്ടാ
ഇല്ലെങ്കിൽ പിന്നെ അമ്മാവൻ്റെ തൊട്ട് കഷണ്ടിയായിട്ട് നടക്കാം എന്നൊക്കെ പറഞ്ഞാൽ അത് ആ ഒരു ഭയങ്കര ഫീലല്ലേ. അപ്പോഴത്തേക്കാണ് തിലകൻ ചേട്ടൻ എൻട്രി ഒക്കെ വരട്ടെ. എന്താ അമ്മയും മോനും കൂടെ ഒരു ടി വി വാങ്ങിച്ചു കൊടുക്കണം അമ്മയ്ക്ക് എന്ന് പറയുന്നത്, അത് മോൻ തന്നെ അങ്ങ് വാങ്ങിച്ചു കൊടുത്താൽ മതി. ആ അതിൽ നിന്നൊക്കെ തന്നെ ആ ഒരു ഫാമിലിയുടെ ഭയങ്കര ഒരു ബോണ്ടേജ് വന്നില്ലേ അപ്പോഴേ. തീർച്ചയായിട്ടും. പിന്നെ നമ്മൾ വേറെ 10 സീൻ വേണ്ട, കുടുംബം എന്താണെന്ന് കാണിക്കാൻ ആ ഒരു സീനിൽ തന്നെ അമ്മയും മോനും അച്ഛനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അതിൽ വർക്കൗട്ടായി. അല്ല, ഈ അതിനകത്ത് തിലകൻ ചേട്ടൻ്റെ ക്യാരക്ടർ നമ്മൾ എത്ര സംസാരിച്ചാലും മതിയാവാത്ത പടവും ഇല്ലാത്ത കാര്യങ്ങളുമാണ്. അദ്ദേഹം കാർക്കശക്കാരനാണ്, വിട്ടുവീഴ്ചകളില്ല, എന്നാൽ മകനോടുള്ള വാത്സല്യം കാണിക്കുകയും ചെയ്യും. കാണിക്കണ്ട എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമുക്ക് കണക്ട് ആവും. കാരണം നമ്മുടെ വീട്ടിലെ അച്ഛന്മാരെങ്ങനെയായിരുന്നു, ആ ഒരു സമയത്തുള്ള അച്ഛന്മാരൊക്കെ എന്താണ്, അവരങ്ങനെയാണ്. ഒരു സീരിയസ്നെസ് പിടിക്കും, എന്നാൽ വാത്സല്യം അതുപോലെ തന്നെ ഉണ്ട്. മകൻ SI യൂണിഫോമിൽ ആ തുടക്കം കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സല്യൂട്ട് ചെയ്യുന്ന ഭയങ്കര പ്രൗഡി ആയിട്ടുള്ളൊരു മൊമെന്റ്. അതാണ് ആ തിരക്കഥയുടെ വേറൊരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ, ആദ്യത്തെ ഷോട്ട്, ഫസ്റ്റ് ഷോട്ട് എന്താണ്, ഒരു ലോങ് ഡിസ്റ്റൻസിൽ നിന്ന് ഒരു ജീപ്പ് വരുന്നു. ജീപ്പിൽ നിന്ന് മോഹൻലാൽ SI ഡ്രസ്സിൽ വരുന്നു, ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് കയറുന്നു ഇല്ലേ. ആ കയറുന്നിടത്ത് അച്ഛൻ്റെ മകൻ ചെയ്ത് സല്യൂട്ട് ചെയ്യുന്നിടത്ത് അച്ഛൻ പിന്നെ ഇമ്മീഡിയറ്റ് കട്ടെന്ന് പറഞ്ഞാൽ അച്ഛൻ സ്വപ്നത്തേക്ക് ചിരിക്കുന്നതാണ് അല്ലേ. അത് അച്ഛൻ്റെ ഒരു സ്വപ്നമായിരുന്നു എന്നുള്ളത് അപ്പോഴാണെന്ന് പ്രേക്ഷകന് അറിയുന്നത്. അതിനു മുമ്പ് ഫസ്റ്റ് ഷോട്ട് കാണുമ്പോഴെന്താ നമ്മൾ വിചാരിക്കുക, മോഹൻലാൽ ഈ സിനിമയിൽ SI ആയിട്ട് വരുന്നത്. അതാണ് അച്ഛൻ്റെ സ്വപ്നം. ആ സ്വപ്നമാണ് ലാസ്റ്റ് തകർന്നില്ലാതായത്. മറ്റേ ഫോട്ടോ അച്ഛൻ്റെ ഏറ്റവും വലിയ സ്വപ്നം അതായിരുന്നു. അതെ, അതാണ് തകർന്ന ആ ഫോട്ടോ ആയിട്ട് ലാസ്റ്റിൽ ഇതിൽ ഒട്ടിച്ചിട്ട് കൃപ ഫിലിംസ് എന്നുള്ള ബാനർ വരുന്നില്ലേ, മറ്റേ റൗഡിയിൽ. അതിന്റെ അത് ലോഹിക്കല്ലാതെ വേറെ ആർക്ക് ചിന്തിക്കാൻ പറ്റും? ആ സ്വപ്നത്തിൽ നിന്ന് ഇതിലേക്ക് ഉള്ള ട്രാവൽ എന്ന് പറഞ്ഞ ഒരു വല്ലാത്ത ട്രാവൽ ആയിരുന്നില്ലേ. ഈ കിരീടത്തിൽ നമ്മൾ എടുത്തു പറയുന്ന 2 ഡയലോഗുകൾ, ഒന്ന് മോനെ അച്ഛനാ പറയുന്ന കത്തി താഴെ ഇടാ എന്ന് പറയുന്നൊരു ആ നടക്കുന്ന ഒരു സീൻ ഇപ്പോഴും നമ്മൾ പറഞ്ഞു പോകുന്നതും ഇമോഷണലി ആ അച്ഛൻ മകൻ ബന്ധത്തെ അച്ഛനാടാ പറയുന്നത് കത്തി താഴെ ഇടാൻ എന്ന് വെച്ചാൽ ഒരു അൾട്ടിമേറ്റ് ആണ്. ഇത് പറഞ്ഞ് വേറെ അങ്ങ് പറയാനില്ല എന്നുള്ളൊരു സാധനം, അത്രയും വൈകാരികമായി ആ കാര്യം പറയുമ്പോൾ അതിലൊരു വല്ലാത്തൊരു ഇതുണ്ട്. ഇപ്പം ആ സീക്വൻസ് ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഞാനൊരു ബൈക്ക് പിടിച്ച് സൈഡിലോട്ട് വയ്ക്കാൻ നേരത്തെ ഇവിടെ എനിക്കൊരു ലിഗമെന്റ് സ്ട്രെച്ച് വന്നിട്ട് ഞാൻ ബെൽറ്റൊക്കെ ഇട്ടിരിക്കുന്ന സമയം ക്ലൈമാക്സ് എടുത്തുകൊണ്ടിരിക്കുക രാവിലെ മുതൽ. അപ്പം തലേ ദിവസം ഷൂട്ടിംഗ് എല്ലാം പ്ലാൻ ചെയ്ത് അവിടെ ചന്തയാണല്ലോ, അപ്പം കുറേ പോത്തിനെയൊക്കെ കൊണ്ടുവന്ന് വെട്ടി എല്ലാം തൂക്കിയൊക്കെ റെഡിയാക്കി വെച്ചു. എല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് അന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, ഫയർഫോഴ്സ് ഫ്രീ അല്ല, ഫയർഫോഴ്സ് കിട്ടിയില്ല. അപ്പോൾ അന്ന് ഷൂട്ടിംഗ് മാറ്റി വെച്ചു. അപ്പോൾ ഷൂട്ടിംഗ് മാറ്റി വെച്ചു. അപ്പോൾ ഈ സാധനം മുഴുവനും കൊണ്ടുപോയി ഓരോരുത്തടത്തായിട്ട് മലക്കറി ഉൾപ്പെടെ, മലക്കറി എന്നൊക്കെ പറഞ്ഞാൽ രാവിലെ CK സുരേഷ് ചാലയിൽ പോയിട്ട് ഈ മലക്കറി ഇറക്കുന്നിടത്ത് തറയെ വീഴുന്ന സാധനങ്ങളെല്ലാം പറക്കി, അതിന് പൈസ കൊടുക്കേണ്ടതായിട്ട് അതെല്ലാം കൂടെ പറക്കി കൂട്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പം നല്ലത് മാത്രം മേളിയിടും, താഴെയെല്ലാം മോശപ്പെട്ടതാണ് എല്ലായിട്ടൊക്കെ സെറ്റ് ചെയ്തപ്പോഴാണ് ഇത് പറ്റാതെ. അത് കഴിഞ്ഞ് അന്ന് അത് നടന്നില്ല. പിറ്റേ ദിവസം ഇതെല്ലാം വീണ്ടും റീസെറ്റ് ചെയ്ത് മഴയൊക്കെ വെച്ച് രാവിലെ ഷൂട്ടിങ് തുടങ്ങി. ഒരു 3 മണി മുതൽ തിലകൻ ചേട്ടനെ വിളിക്കുക. അപ്പോൾ അന്ന് മൊബൈലൊന്നുമില്ല. അടുത്ത വീട്ടിൽ നിന്ന് നമ്മൾ പള്ളിവേട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഷൂട്ട് ചെയ്യാറ്. അവിടെ നിന്ന് അശോകൻ്റെ സെറ്റിലേക്ക് വിളിക്കുക. അപ്പം ഒരു കാരണവശാലും ചേട്ടനെ വിടാൻ പറ്റില്ല, തിലകൻ ചേട്ടനെ വർണ്ണം വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ എങ്ങുമില്ലാത്ത ടെൻഷനായി. കാര്യം തിലകൻ ചേട്ടൻ വന്ന് കത്തി താഴെയാണ്, അത് സീക്വൻസ് ഇങ്ങനെ പോകേണ്ടതാണ്. ഏകദേശം 3 മണിയാവുകയും ചെയ്തു. പള്ളിവേട്ടയിൽ നിന്ന് ഓടി ഇവിടെ വഞ്ചൂര് വന്ന് തിലകൻ ചേട്ടനെ വിളിച്ചുകൊണ്ട് പോകണമെങ്കിൽ തന്നെ 2 മണിക്കൂർ എടുക്കും. അപ്പോഴത്തേക്ക് ലൈറ്റ് പോകുമെന്നുള്ളൊരു പേടി. എനിക്കാണെങ്കിൽ അനങ്ങാൻ വയ്യാത്ത രീതിയിൽ ഉള്ള നടുവേദന. ഞാൻ എന്തായാലും പോയേ പറ്റുള്ളൂ എന്നുള്ള എന്നുവെച്ചാൽ വിടില്ല എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഞാൻ ഇവിടുന്ന് ജോണെന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു യൂണിറ്റിലുള്ളൊരു കാറ് ഡ്രൈവറുണ്ട്, ജോണിനെയും കൂട്ടി കുട്ടപ്പൻ എന്ന് പറഞ്ഞ വേറൊരു ഡ്രൈവറുണ്ട്. കുട്ടപ്പൻ എല്ലാ സ്പീഡിലൊക്കെ വണ്ടി ഓടിക്കും. കുട്ടപ്പൻ്റെ വണ്ടി കയറിയിട്ട് ഞാൻ പറഞ്ഞു ജോണെ പുറകെ വരാൻ പറഞ്ഞു. എന്നുവെച്ചാൽ ഞാൻ പോയ വണ്ടി എന്തെങ്കിലും വഴിയിൽ എന്തെങ്കിലും ആയിപ്പോയ ഒരു വണ്ടി ഇല്ലാതെ പറ്റില്ല, വഴി ഒരു ബാക്കപ്പ്. അത് കാരണം ഈ വണ്ടിയായിട്ട് ജോൺ പുറകെ വന്നു. ഞാൻ നേരെ പോയി അവിടെ ചെന്ന് തിലകൻ ചേട്ടനെ കണ്ടു. ചേട്ടാ ഇതാണ് പ്രശ്നം. ചേട്ടൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞ് പുള്ളിയെ വിളിച്ചു.
ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ ഡേറ്റ് നാളെ വൈകുന്നേരം കൊണ്ട് തീരും. ഇവരവിടെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് തരും, അത് വേറെ കാര്യം. അതല്ല ഇന്നിപ്പം നിങ്ങൾ എന്നെ വിടുന്നില്ല എന്നുണ്ടെങ്കിൽ നാളെ വൈകുന്നേരം ഞാൻ ഇവിടുന്ന് പോയിരിക്കും, എന്ത് വേണമെന്ന് വെച്ചാൽ തീരുമാനിച്ച് പറയാൻ പറഞ്ഞു. എന്നാൽ ചേട്ടൻ പൊക്കോളൂ. പുള്ളിയെ വിളിച്ച് ആ മേക്കപ്പിൽ തന്നെ നേരെ ഇവിടെ വരിക. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ലൈറ്റ് എല്ലാം പോയി, ഡള്ളായി. അപ്പം കുമാരൻ ചെയ്യുന്ന വെച്ചാൽ മറ്റേ മിനി ബ്രൂട്ടൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വന്ന് പെട്ടെന്ന് മേക്കപ്പ് ചെയ്ത് ലാസ്റ്റ് ഷോട്ടാണ് അത് എടുക്കുന്നത്. ആലോചിച്ചോ. അപ്പോൾ അത് ലാലിങ്ങനെ വീഴ് നിൽക്കുകയില്ലേ, അതൊക്കെ ലൈറ്റ് ഓൾമോസ്റ്റ് പോയി കഴിഞ്ഞു. അപ്പോഴത്തേക്ക് അന്ന് അങ്ങനെയാണ് ആ ഇത് എടുക്കാൻ പറ്റിയത്. ഇല്ലായിരുന്നെങ്കിൽ ഇത്രയും ചെയ്തത് മുഴുവൻ കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അത് പോസിബിൾ അല്ലല്ലോ. പോസിബിൾ അല്ല. ആർട്ടിസ്റ്റിന്റെ പോസിബിലിറ്റി ഇല്ല, ആർട്ടിന്റെ ബാക്കിയുള്ള മെറ്റീരിയലിന്റെ ഇതില്ല, മഴയുടെ എല്ലാ കണ്ടിന്യൂറ്റിയും തെറ്റും. അന്ന് എന്താ ഇതൊക്കെയാണ് പറയുന്നത് ഗുരുത്വം എന്ന് പറയണത്. നമുക്ക് ഒരു പടത്തിന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെയൊക്കെ ജനന സമയത്ത് ഒരു ജാതകം ഉണ്ടാവുമല്ലോ, ആ ജാതകം പോലെയാണ് ഒരു സിനിമയുടെ ജാതകം ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം അതല്ല, അന്നത് നടന്നില്ലായിരുന്നെങ്കിലോ എല്ലാം പൊളിഞ്ഞല്ലേ. പിന്നെ ആ ക്ലൈമാക്സിന്റെ ഈ പറയണ മറ്റേ കത്തി താഴെ ഇടാന്ന് പറഞ്ഞാൽ ആ എഫക്റ്റ് ഒന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല, വേറൊരു സമയത്താണ് എടുക്കണമെങ്കിൽ. അവിടെ അത്രയും ആൾക്കാർ കൂടി എല്ലാവരും നിൽക്കുകയല്ലേ. അപ്പം ഈ കണ്ടിന്യൂറ്റികൾ പടപടാ മാറിപ്പോയേനെ. ഈ തലേദിവസം നിന്നുള്ള ആൾക്കാരെ ഇല്ല. അതുകൊണ്ട് അതൊക്കെ എന്തോ ഈശ്വരാനുഗ്രഹം കൊണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അത് അങ്ങനെ ഒരു ജാതകമുണ്ട് ഒരു സിനിമയ്ക്കെന്നല്ല, ഏത് കലാരൂപത്തിനും അതിൻ്റെതായ ഒരു തലയിൽ വരണം സംഭവിക്കണം. ചിലത് പാളിപ്പോകുന്നില്ലേ, ചിലത് ഈ പറഞ്ഞ പോലെ എത്ര പെർഫെക്റ്റ് ആയിട്ട് എടുത്തു വെച്ചിട്ടും മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് സംഭവിക്കാറുണ്ട്. എല്ലാം ഞാൻ പറഞ്ഞില്ലേ, എല്ലാം മൂകാംബിക ദേവി ഇങ്ങനെ ദൈവം എന്ന് പറയുന്ന ഒരു ശക്തി, അത് ഇപ്പം നമ്മൾ പൂജ ചെയ്യുന്ന സമയത്ത് എല്ലാ ദൈവങ്ങളുടെയും പടം വെച്ചിട്ടാണ്. ആ എല്ലാ ദൈവങ്ങളുടെയും ശക്തി തന്നെയാണ്. അതെ, അവരവർ വിശ്വസിക്കുന്ന ദൈവങ്ങൾ ആണ് അത് നേരെ നടത്തി കൊടുക്കുന്നത്. ഈ സീനിന്റെ കാര്യം പറഞ്ഞപ്പോൾ സിബിസാറ് പറഞ്ഞൊരു സീനാണ്. അതിനകത്ത് കത്തിയായിട്ട് ലാലേട്ടൻ ഇങ്ങനെ ചാരി ഇരുന്നിട്ട് ഇങ്ങനെ ചവയ്ക്കുന്ന ഒരു സീൻ. അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ ഇയാളെ കുത്തി കഴിഞ്ഞ ശേഷം ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ ചവച്ചവൻ തിരിഞ്ഞ് നോക്കുമ്പോൾ അയാൾ വീണ്ടും അനങ്ങുന്നുണ്ട് അവിടെ. അപ്പോഴാണ് രണ്ടാമത് വന്ന് കുത്തുന്നത്. അപ്പം ഈ വന്ന് കാളവണ്ടിയുടെ ചക്രത്തിൽ വന്ന് ഇടിച്ചിങ്ങനെ നിന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചൂ ചെയ്യണ ഒരു ഇതാണ്. അപ്പോൾ സിബിയോട് ചോദിച്ചു, ഞാൻ ഇങ്ങനെ ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. സിബി പറഞ്ഞു ചെയ്തോളാം. പക്ഷെ അതൊരു വല്ലാത്ത എഫക്റ്റ് ആയിപ്പോയി സിനിമയിൽ, പറഞ്ഞറിയിക്കാൻ വയ്യാത്ത. അതുപോലെ തന്നെ അത് ചെങ്കോല് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവള് ഉഷ നാടകത്തിന് പോകാനായിട്ട് ഇറങ്ങി വരും. അപ്പം ഇവളെന്തോ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോണ് ചേട്ടൻ്റെ അടുത്ത്, എന്തോ പറഞ്ഞിട്ട് പോകുമ്പോൾ അച്ഛൻ മുമ്പേ നടന്നു പോവുക. അപ്പോൾ അമ്മയോട് ചോദിക്കുക, എവിടെ നിന്ന് കിട്ടിയ അമ്മയൊക്കെ ഈ ധൈര്യം, എല്ലാം നഷ്ടപ്പെട്ടെന്ന് തോന്നുമ്പം എന്ന് പറഞ്ഞിട്ട് ലാലിങ്ങനെ ഇങ്ങനെ ഒരു കാല് ചെവിരെ ചേർത്ത് വെച്ച് ഇങ്ങനെ ഒരു ആട്ടമുണ്ട്. പക്ഷേ അതൊക്കെ ലാലിനല്ലാതെ ചിന്തിക്കാൻ പറ്റില്ല. ഈ ചവയ്ക്കണം എന്ന് പറഞ്ഞല്ലേ, അത് പിന്നീടാണ് പറഞ്ഞത് സൈക്കിക് ആവുമ്പോഴത്തേക്ക്. അതിലേക്കാണ് വന്നത്. ഈ സൈക്കിക് ആയി പോയാണ് ചില സൈക്കിക് ആയി പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മാനറിസംസ് ഉണ്ടാവുന്നുള്ളൂ. ഇത് ലാലിന് എവിടെ നിന്ന് കിട്ടിയെന്നുള്ളത് എനിക്കറിയില്ല. ലാൽ ഓരോരുത്തൊന്ന് പഠിച്ചിട്ട് വന്നിട്ടല്ല ചെയ്യണേ, അവൻ അങ്ങ് ആവുകയാണ്. അത് ലാലിന് മാത്രമേ പറ്റുള്ളൂ, വേറെ ആർക്കും പറ്റില്ല. എങ്ങനെയാണ് ഇതൊക്കെ ആ ഒരു ടൈമിൽ ലാല് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറ്റൂല. ഇതില്ലാന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ വീണ്ടും റീ റിലീസിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ ഈ തലമുറയിലെ കുട്ടികളുണ്ട്. കാരണം ഇപ്പോൾ അവരാണ് സിനിമ കാണുന്നത്, അവരുടെ കയ്യിലാണ് പർച്ചേസിങ് കപ്പാസിറ്റി. അപ്പോൾ അവർ കാണുന്നുണ്ടാവും. അപ്പോൾ അവർ ചോദിക്കുകയാണ്, സാർ ഞാൻ എന്തുകൊണ്ട് ഈ സിനിമ കാണണം എന്ന് ചോദിച്ചാൽ അവരോടുള്ള മറുപടി എന്താ? കുടുംബത്തെ സ്നേഹിക്കുന്നുണ്ടോ? അച്ഛനെ അമ്മയെ സ്നേഹിക്കുന്നുണ്ടോ? ഒരു കുടുംബം എങ്ങനെ നന്നായി പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ബന്ധങ്ങളെക്കുറിച്ച് അറിയാം? ഒന്നും വേണ്ട. ജന്മം തന്ന അച്ഛനെ അമ്മയുടെ വേദനയും ദുഃഖവും എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അവിടെ കാണാൻ പറ്റും. ഒരു മകന് ഒരു ദോഷം വന്നാൽ എന്താണ് അച്ഛനും അമ്മയ്ക്ക് സംഭവിക്കുന്നത് എന്നുള്ളത് ഇത് കണ്ടാൽ മനസ്സിലാവും. സിമ്പിൾ.
അല്ലേ? തീർച്ചയായിട്ടും അത് കണ്ടതുകൊണ്ട് എനിക്കത് കൃത്യമായി ബോധ്യപ്പെടും. അതായത് ഇപ്പോഴത്തെ ഒരു കുട്ടി കാണുമ്പോൾ അയ്യോ എൻ്റെ അച്ഛനെ തല്ലിയപ്പം തന്നെ എന്നാലും ഇങ്ങനെയൊക്കെ ഡിസാസ്റ്റർ ഒരു കുടുംബത്തിലുണ്ടാവാമോ? അപ്പോൾ അവൻ അതനുസരിച്ച് കുറേ കൂടെ കുടുംബത്തെ സ്നേഹിക്കുകയല്ലേ വേണ്ടത്? അതെ, ആ ഒരു കണക്ഷൻ ഈ പറഞ്ഞ പോലെ എല്ലാ പ്രേക്ഷകനും ലഭിക്കട്ടെ. കിരീടം എന്ന് പറയുന്നൊരു ക്ലാസിക് വീണ്ടും മലയാളത്തിലേക്ക് എത്തുകയാണ്. സോ അത് കാണാത്ത പുതിയ തലമുറയുണ്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം മിക്കവാറും ചാനലിലെ ഒരു കൂടുതൽ ഇതെല്ലാവരും ആൾക്കാരും ഇത് വീഡിയോയിലും ഇതൊക്കെ കണ്ടു കഴിക്കാം. പക്ഷേ തിയേറ്റർ അത് എക്സ്പീരിയൻസ്. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. കാര്യം നമുക്ക് ഒന്നാമത് ഓഡിയൻസിൻ്റെ ഇപ്പോൾ ഒരു ഹ്യൂമർ, നല്ലൊരു ഹ്യൂമർ നമ്മളിപ്പം ടി വി സ്ക്രീനിലിരുന്ന് കാണുമ്പോൾ നമുക്ക് അത്രയും എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മാസിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ട്. ആ ഫീലോടുകൂടി ഈ സിനിമ കാണണം എന്നാണ് എൻ്റെ എല്ലാവരോടും ഉള്ള റിക്വസ്റ്റ്. അല്ലാതെ വീഡിയോ കാസറ്റ് കണ്ടിട്ട് കാര്യമില്ല, അതിന് ഇത് കിട്ടില്ല. ഇത് കാണേണ്ടതെന്ന് വെച്ചാൽ 1-2 കാര്യം കൊണ്ടാണ് കാണേണ്ടത്. ഒന്ന്, കുടുംബ ബന്ധം. 2, നമ്മുടെ മലയാള സിനിമ ഏതുവരെ എത്തി നിൽക്കുന്നു, എന്തൊക്കെ മലയാള സിനിമയ്ക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് കാണിച്ചു തന്നൊരു സിനിമയാണിത്. എൻ്റെ സിനിമയായിട്ടല്ല ഞാൻ പറയുന്നത്. അതെ. പിന്നെ ഇതിനൊക്കെ കാട്ടിലും ഉപരി ഒരു മഹാനടൻ്റെ അഭിനയ പെർഫോമൻസ്, അതായത് അവൻ്റെ രോമകൂപത്തിൽ വരെ ഉള്ള പെർഫോമൻസ് കാണണമെങ്കിൽ ഈ ചിത്രം അത്രയും വലിയ സ്ക്രീനിൽ കണ്ടേ പറ്റൂ. പിന്നെ ഇതിനെക്കാട്ടിലും ഒക്കെ ഉപരി മലയാള സിനിമയുടെ അഭിമാനമായിരിക്കണം ഈ സിനിമ. അതിനുവേണ്ടി എല്ലാ പ്രേക്ഷകനോടും റിക്വസ്റ്റാണ്, ഒരു തവണ കൂടെ കാണുക. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ സാർ. ഈ പറഞ്ഞ പോലെ നമ്മുടെ ഉദ്ദേശം ശുദ്ധമാണ്. അത് നമ്മൾ വളരെ സത്യസന്ധമായാണ് സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ആ സത്യസന്ധത ഉൾക്കൊണ്ട് മനസ്സിലാക്കി സിനിമയെ സ്നേഹിക്കുന്നത്, ജീവിതത്തെ തൊട്ടറിയാൻ ആഗ്രഹിക്കുന്നത് ഈ സിനിമ വീണ്ടും കാണും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു വിജയം സംഭവിക്കട്ടെ. വിജയം സംഭവിച്ചിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, സന്തോഷം.